ഓക്കെ, എല്ലാവർക്കും സ്ലൈഡ് കാണുന്നുണ്ടോ? കാണാം മിസ്സേ. ഓക്കെ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സും നാളത്തെ ക്ലാസ്സും നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആയിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ എയുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ്, അതുപോലെ എത്തിക്സ് ഇൻ കൺസ്ട്രക്ഷൻ, പിന്നെ ഡിസ്പ്യൂട്ട്സ് ആൻഡ് സെറ്റിൽമെന്റ്, സേഫ്റ്റി, ക്വാളിറ്റി കൺട്രോൾ, അതുപോലെ കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ്, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ്. ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങളുടെ എയുടെ സിലബസിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ സ്പെസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് ഈ 2 ദിവസം കൊണ്ട് ഈ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തിനാ, നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെയാണ്. സോ എപ്പോഴും ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് അതൊരു ടെമ്പററി എൻഡവർ ആണെന്നാണ് പറയുന്നത്. ടു അണ്ടർടേക്കൺ ടു പ്രൊവൈഡ് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസ് എ യുണീക് പ്രോഡക്റ്റ് ഓ സർവീസ്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അത് എന്തായിരിക്കാം, ഒരു കൺസ്ട്രക്ഷൻ ഫെസിലിറ്റി സച്ച് ആസ് ബിൽഡിംഗ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അസംബ്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി സർവീസ് ആയിരിക്കാം. എന്തൊക്കെ, ലൈക്ക് നമ്മളിപ്പോൾ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അതെല്ലാം നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമുക്കൊരു പ്രോജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഒരുപാട് സീരീസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ്, ഒരുപാട് ചെറിയ ചെറിയ ടാസ്കുകൾ അല്ലെങ്കിൽ വർക്കുകൾ ഇന്റർ റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന സീരീസ് ഓഫ് ഇന്റർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് എന്താ പറഞ്ഞ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഓരോ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഓരോ ആക്ടിവിറ്റീസും എന്തൊക്കെ കൺസ്യൂം ചെയ്യും, നമ്മുടെ റിസോഴ്സസ് കൺസ്യൂം ചെയ്യും. റിസോഴ്സസ് കൺസ്യൂം ചെയ്ത് അത് എന്താണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് ഓരോ പ്രോജക്റ്റ് ടേക്കപ്പ് ചെയ്യുന്നത്, ഒരു സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്. അതെന്തായിരിക്കും, ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയിരിക്കാം, അതാണ് നമ്മുടെ ഒരു സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്, കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിസൈൻ ചെയ്യുക. സോ അതെല്ലാമാണ് എന്താ നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. സോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടേക്കപ്പ് ചെയ്യുന്ന ഒരുപാട് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം കൂടുന്നതാണ് എന്താ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പ്രോജക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തീർക്കണം, ഒരു സ്പെസിഫൈഡ് ടൈം ലിമിറ്റിന്റെ അതുപോലെ തന്നെ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിന്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ബേസിക്കലി നമ്മൾ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ ഡീൽ ചെയ്യുന്ന റിസോഴ്സസ് നമ്മൾ പറയാം, എല്ലാ പ്രോജക്റ്റും റിസോഴ്സ് കൺസ്യൂമിങ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഈ റിസോഴ്സസ് എന്തൊക്കെയായിരിക്കാം, ക്യാൻ ബി മെറ്റീരിയൽ റിസോഴ്സസ്, നമ്മുടെ വർക്കിന് ആവശ്യമായ ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽ റിസോഴ്സസ് ആയിരിക്കാം. അതുപോലെ തന്നെ എന്താ മാൻ പവർ റിസോഴ്സസ് ലൈക്ക് സ്കിൽഡ് ലേബേഴ്സ്, അൺസ്കിൽഡ് ലേബേഴ്സ് ആയിരിക്കാം. ദെൻ എക്യുപ്മെന്റ്സ്, എന്താ ഒരുപാട് വർക്ക് ഇൻവോൾവ് ആണ്, എന്താ ഹോയിസ്റ്റിംഗ് ഉണ്ട്, കോൺക്രീറ്റിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ. സോ ഇറ്റ് ഓൾ റിക്വയർസ് എന്താ എക്യുപ്മെന്റ് റിസോഴ്സസ്. അതുപോലെ ടൈം റിസോഴ്സസ്, ടൈം കൺസ്യൂമിങ് ആണല്ലേ, ഓരോ ആക്ടിവിറ്റീസും ടൈം കൺസ്യൂമിങ് ആണ്. സോ ടൈം റിസോഴ്സസ്, അതുപോലെ തന്നെ സ്പേസ് റിസോഴ്സസ്, ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഡീൽ ചെയ്യാൻ പോകുന്ന റിസോഴ്സസ് വരുന്നത്. ആൻഡ് ദെൻ ജനറൽ ആയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചിട്ട് ബേസിക് മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാം. ആൻഡ് ജനറൽ ആയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന്റെ ഫേസസ് ആണ് നെക്സ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ 3 ഫേസസ് ആണ് വരുന്നത്, പ്രീ പ്രോജക്ട് ഫേസ്, ദെൻ പ്രോജക്ട് ഫേസ് ആൻഡ് ദി പോസ്റ്റ് പ്രോജക്ട് ഫേസ്. സോ പ്രീ പ്രോജക്ട് ഫേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് നമ്മുടെ എക്സിക്യൂഷന് മുമ്പുള്ള ഫേസ്, അതായത് നമ്മൾ ആ ഒരു ഐഡിയയിലോട്ട് എത്തുന്ന ആ ഒരു ടൈമാണ് എന്താ പ്രീ പ്രോജക്ട് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ പ്രീ പ്രോജക്ട് ഫേസിൽ നമുക്ക് 3 സ്റ്റേജസ് വരുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഈസ് ദി ഐഡിയ ഓർ ഇനീസിയേഷൻ ഫേസ്. അതായത് നമ്മൾ ആ ഒരു ഐഡിയ ലൈക്ക് ഒരു പ്രോജക്റ്റ് ഐഡന്റിഫൈ ചെയ്യുവാണ്, നമുക്കൊരു പർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്കീമിൽ പ്രോജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് വരുത്താം, അല്ലെങ്കിൽ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നതാണ് എന്താ പറഞ്ഞ ഐഡിയ ഓർ ഇനീഷിയേഷൻ ഫേസ് എന്ന് പറഞ്ഞ. ദെൻ നെക്സ്റ്റ് ഈസ് ദി പ്രോജക്ട് കൺസെപ്റ്റ് ഫേസ്. കോൺസെപ്റ്റ് ഫേസിലാവുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ആ ഒരു ഐഡന്റിഫൈ ചെയ്ത പ്രോജക്റ്റ്, അതായത് പ്രോജക്റ്റിന്റെ കോൺസെപ്റ്റിലോട്ട് എത്തുന്ന ഓരോ ഇൻഫർമേഷൻസും ലൈക്ക് നമ്മൾ സോർട്ട് ചെയ്ത് ഒരു പ്രോജക്റ്റ് കോൺസെപ്റ്റിലോട്ട് എത്തുന്നു. ആൻഡ് ദെൻ ഈസ് ദി
ഫീസിബിലിറ്റി ഫേസ്. ആൻഡ് ഫീസിബിലിറ്റി ഫേസിൽ എന്തായിരിക്കും, അത് നമ്മുടെ പ്രോജക്റ്റ് കോൺസെപ്റ്റിൽ വരുന്നതാണോ, അതുപോലെ തന്നെ അങ്ങനെ ഒരു പ്രോജക്റ്റ് ടേക്കപ്പ് ചെയ്താൽ ആ ഒരു സിനാരിയോയിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഫീസിബിൾ ആയിരിക്കോ അല്ലയോ, സോ ആ ഒരു പ്രോജക്റ്റ് വെച്ച് നമ്മൾ മുമ്പോട്ട് പോകണോ ഡിസൈഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് എന്താ ഫീസിബിലിറ്റി ഫേസ് എന്ന് പറയുന്നത്. ദെൻ വരുന്നതാണ് നമ്മുടെ പ്രോജക്റ്റ് ഫേസ്. പ്രോജക്റ്റ് ഫേസിൽ നമുക്ക് 5 ഫേസസ് മെയിൻ വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഇസ് ബേസിക് ഡിസൈൻ ഫേസ് ആണ്. എന്താ, ഒരു എഞ്ചിനീയറിംഗ് ഓർഗനൈസേഷൻ ഒരു ആർക്കിടെക്ട്സ് ഡിസൈൻ ചെയ്യുക, ക്യാൻ ബി ഡ്രോയിങ് സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ടെൻഡറിങ്, നമ്മൾ പ്രോജക്റ്റ് ടെൻഡർ കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമായുള്ള ടെൻഡറിങ് ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ കോൺട്രാക്ടിങ് ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബേസിക് ഡിസൈൻ ഫേസിൽ വരുന്നത്. ദെൻ ഡീറ്റെയിൽ ഡിസൈൻ ഫേസിലാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങൾ ഒക്കെ നടത്തുക. അത് ഇത് നമ്മൾ കോൺട്രാക്ടിങ് കൊടുക്കുകയാണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ കോൺട്രാക്ട് അത് ഇത് കോൺട്രാക്ടേഴ്സ് ചെയ്യും ഓർ ഇൻ ഹൗസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇസ് ടെൻഡറിങ് ഫേസ്. സോ ടെൻഡറിങ് ഫേസിൽ ഇറ്റ്സ് ലൈക്ക് എന്താ, നമ്മൾ കോൺട്രാക്ട് കൊടുക്കാൻ പോകുന്നതാണ് എന്താ ടെൻഡറിങ് ഫേസ്. സോ ടെൻഡേഴ്സ് റേസ് ചെയ്ത് നമ്മൾ ബിഡ് ഇൻവൈറ്റ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സിന് നമ്മൾ നമ്മുടെ വർക്ക് അവാർഡ് ചെയ്യും. ആൻഡ് ദെൻ ഇസ് ദി എക്സിക്യൂഷൻ ഫേസ്. സോ എക്സിക്യൂഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതല്ലേ ആക്ച്വൽ കൺസ്ട്രക്ഷൻ ഫേസ് ആണ് എക്സിക്യൂഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഫൈനലി വരുന്നതാണ് ക്ലോഷർ ഫേസ്. ക്ലോഷർ ഫേസിൽ അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ്, അതായത് കോൺട്രാക്ടർ ആ ഒരു കൺസ്ട്രക്ഷൻ ഫെസിലിറ്റി അവരുടെ ക്ലയന്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്നു, അതാണ് ക്ലോഷർ ഫേസ്. ഇത്രയുമാണ് ഒരു പ്രോജക്ട് ഫേസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ദെൻ വരുന്നതാണ് പോസ്റ്റ് പ്രോജക്ട് ഫേസ്. സോ പ്രോജക്റ്റ് നമ്മൾ ക്ലയന്റിന് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാലുള്ളതാണ്. അപ്പൊ അതിൽ എന്തൊക്കെയായിരിക്കും, ആ ഒരു യൂട്ടിലൈസേഷൻ ഫേസ് ആണ് ഫസ്റ്റ് വരുന്നത്. അതായത് ക്ലയന്റ് ആ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളൊരു കൺസ്ട്രക്ഷൻ, ഇപ്പൊ ഒരു അപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ എന്താ, അത് ക്ലയന്റിന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ആൻഡ് അവിടെ ക്ലയന്റ് എന്താ, അവർ അത് ഒക്യുപ്പൈ ചെയ്യുന്നതൊക്കെയാണ് എന്താ, ഒക്യുപ്പൈ ചെയ്ത് അവരുടെ അത് യൂസ് ചെയ്യുന്നു. സോ അതാണ് യൂട്ടിലൈസേഷൻ ഫേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് ഏറ്റവും ലാസ്റ്റ് ഒരു പ്രോജക്റ്റിന്റെ ഏറ്റവും ഫൈനൽ ലാസ്റ്റ് ഫേസ് ആണ് എന്താ, ക്ലോസ് ഡൗൺ ഫേസ് എന്ന് പറയും. സോ അതെന്താ, എന്തൊരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ആയിരിക്കാം, എന്ത് ബിൽഡിംഗ് ആയിരിക്കാം, അതെല്ലാം എന്താ നമ്മളൊരു ഇന്റൻഡഡ് ലൈഫ് സ്പാനിലോട്ട് വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ആ ഒരു ലൈഫ് സ്പാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ അതിനെ ഡിസ്മാൻഡിൽ ചെയ്ത് ഡിസ്പോസ് ചെയ്യും. സോ ഇത്രയുമാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന്റെ ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ പ്രീ പ്രോജക്ട് ഫേസ്, ദെൻ പ്രോജക്ട് ഫേസ് ആൻഡ് പോസ്റ്റ് പ്രോജക്ട് ഫേസ്. നെക്സ്റ്റ് ഇത് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഇതിലോട്ട് കിടക്കുകയാണ്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്. സോ ആദ്യം പറഞ്ഞു, എന്താ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ, അത് ഒരുപാട് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വന്നിട്ട് എന്താ, നമ്മളൊരു കോമൺ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു. അതാണ് എന്താ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഈ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്താ കമ്പോസ്ഡ് ഓഫ് എന്തൊക്കെയാണ്, ജോബ്സ്, ആക്ടിവിറ്റീസ്, ഫങ്ഷൻസ് അല്ലെങ്കിൽ ടാസ്ക്. ആൻഡ് ഇതെല്ലാം എന്തായിരിക്കും, ഇന്റർ റിലേറ്റഡ് ആയിരിക്കും. പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം എന്താ ഇന്റർ റിലേറ്റഡ് ആയിരിക്കാം. ഈ ആക്ടിവിറ്റീസ്, ഫങ്ഷൻസ്, ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് എന്താ നമുക്ക് ആ ഒരു പ്രോജക്റ്റ് ഫൈനലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നമുക്ക് ബേസിക്കലി കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ 3 ഫേസ് ആണുള്ളത്. ആ ഒരു കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന 3 ഫേസ് ആണ്. അല്ലെങ്കിൽ അതാണ് എന്താ, കൺസ്ട്രക്ഷൻ പ്ലാനിങ്, ദെൻ കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിങ് ആൻഡ് പ്രൊജക്ട് കൺട്രോളിങ്. അപ്പൊ ഈ ഇതില് കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിങ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു പ്രോജക്റ്റിന്റെ ആക്ച്വൽ എക്സിക്യൂഷന് മുമ്പാണ്. അതായത് പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ അതിന് ഷെഡ്യൂളിങ്, അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിങ് നമ്മൾ ആ ഒരു പ്രോജക്റ്റിന്റെ ആക്ച്വൽ എക്സിക്യൂഷന് മുമ്പ് ചെയ്യുന്നതും, അതുപോലെ തന്നെ പ്രൊജക്ട് കൺട്രോളിങ് അതിന്റെ എക്സിക്യൂഷൻ ടൈം നമ്മൾ എന്താ എക്സിക്യൂഷൻ ടൈമിലോ ആണ് എന്താ പ്രൊജക്ട് കൺട്രോളിങ് ചെയ്യുന്നത്. സോ എന്താണ് കൺസ്ട്രക്ഷൻ പ്ലാനിങ് നോക്കാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എന്തൊരു കാര്യം നമ്മളിപ്പോ ഒരു ചെറുതായിട്ടൊന്ന് നമ്മൾ ചെറിയൊരു ടൂർ പോകണമെന്ന് വിചാരിക്കുക. സോ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുക, നമ്മളത് പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും,
പ്ലാൻ ചെയ്യാൻ തുടങ്ങും. സോ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു വർക്ക് ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പൊ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ എന്താ, അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യാൻ തുടങ്ങും. എന്തൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങും? ലൈക്ക് എന്തോരം എന്താ റിസോഴ്സ് ടൈം ഡേറ്റ്സിലാണ് അത് ഇത് ചെയ്യുക, എത്രത്തോളം ടൈം റിക്വയർമെന്റ് വേണ്ടി വരും, അല്ലെങ്കിൽ എത്രത്തോളം റിസോഴ്സസ് വേണ്ട ആക്ടിവിറ്റി ആയിരിക്കും. അതുപോലെ എന്താണ് ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്യും. അതാണ് എന്താ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്താ നമ്മുടെ ഒബ്ജക്റ്റീവ്. ആ ഒരു ഒബ്ജക്റ്റീവ് എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം നേരത്തെ തന്നെ തീരുമാനിക്കുന്നതാണ് എന്താ, പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ. അതായത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരൊക്കെയാണ് ഈ ഓരോ ആക്ടിവിറ്റീസും ചെയ്യേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് എന്താ, കൺസ്ട്രക്ഷൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞു. So planning can be defined as a drawing up a method or scheme of acting, doing, proceeding, making, etc. developed in advance. So അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ആ ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനാണ് എന്താ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ ചെയ്യണം എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ, അതായത് എന്താണ്, ആരൊക്കെയാണ്, എന്തൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത്, എപ്പോൾ ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതാണ് എന്താ കൺസ്ട്രക്ഷൻ പ്ലാനിങ്. അത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിസൈഡിങ് ദി ഫ്യൂച്ചർ ലൈൻ ഓഫ് ആക്ഷൻ. ഇനിയുള്ള വർക്കുകളൊക്കെ എങ്ങനെയാണ് എന്ന് നേരത്തെ തീരുമാനിക്കുന്നതാണ് എന്താ പ്ലാനിങ്. സോ നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്. ഇപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഡ് ബി, പ്ലാൻ എപ്പോഴും എന്തായിരിക്കണം, ഷുഡ് ബി സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അതായത് നമുക്ക് ഒരുപാട് പേഴ്സണൽസ് ഇൻവോൾവ് ആവുന്നതാണ് അല്ലേ നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൽ. സോ ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും ഏതൊരു പ്ലാനും. അതുപോലെ റിയലിസ്റ്റിക് ആയിരിക്കണം ആൻഡ് പ്ലാൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് നമ്മൾ ആക്ച്വലി ഒരു പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ നമ്മുടെ വർക്ക് മുന്നോട്ട് പോകണം എന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഡീവിയേഷൻസ് വരാം. അങ്ങനെ ഡീവിയേഷൻസ് വരുവാണെങ്കിൽ നമ്മുടെ ഈ പ്ലാനിൽ ആ ഡീവിയേഷൻസ് കൂടി നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ പ്ലാൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ഒബ്ജക്റ്റീവ്, ഈ ഒരു പ്ലാൻ ചെയ്യുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എക്കണോമിക് ആയിട്ട് എന്താ ഇൻ ടേംസ് ഓഫ് കോസ്റ്റ് ആൻഡ് ടൈം ആ ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മുടെ ഏറ്റവും മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. നമുക്ക് അതല്ലാതെ നമുക്ക് പല ഒബ്ജക്റ്റീവ്സും പറയാം. ഇപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്യുക, നേരത്തെ തന്നെ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുക, എക്യുപ്മെന്റ്സ് പ്രൊക്യൂർ ചെയ്യുക, സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പർ ഡിസൈൻ ചെയ്യുക. സോ ഇതെല്ലാം നമ്മുടെ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. പക്ഷെ ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് കോസ്റ്റ് ഏറ്റവും എക്കണോമിക് ആയിട്ട് നമുക്ക് ആ ഒരു ടൈം കൺസ്ട്രെയിൻ്റെ ഉള്ളിലും കോസ്റ്റ് കൺസ്ട്രെയിൻ്റെ ഉള്ളിലും എന്താ ആ ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാം. ഇനി വരുന്ന ടൈപ്സ് ഓഫ് പ്ലാൻ ആണ്. സോ നമുക്ക് മെയിൻ ആയിട്ടും 4 ടൈപ്സ് ഓഫ് പ്ലാൻ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് പ്ലാൻ, അതുപോലെ തന്നെ സിംഗിൾ യൂസ് പ്ലാൻ, ദെൻ സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻ. സോ സ്റ്റാൻഡേർഡ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്ലാൻ ആയിരിക്കും. അത് ഈ പറഞ്ഞ നമ്മുടെ മാനേജ്മെന്റ്, നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രൊസീജിയേഴ്സും റൂൾസും അതുപോലെ തന്നെ മാനേജ്മെന്റ് പോളിസീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനാണ് സ്റ്റാൻഡേർഡ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു സിംഗിൾ ടാസ്കിന് വേണ്ടി, ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. അതൊരു ഷോർട്ട് ടൈം പീരീഡിന് വേണ്ടി മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ദെൻ തേർഡ് വൺ ആണ് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ. സോ സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ്. ഇപ്പോൾ ഓർഗനൈസേഷന് പല സെക്ടേഴ്സ് ഉണ്ടാവും, പല കൺസിഡറേഷൻസ് ഉണ്ടാവാം. അങ്ങനത്തെ ഓർഗനൈസേഷൻസിന്റെ എല്ലാ ഡെവലപ്മെന്റ് പ്ലാൻസും സ്ട്രാറ്റജീസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏതാ, ലൈക്ക് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പോളിസി, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഫോർത്ത് വൺ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻ. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആരൊക്കെ പ്ലാൻ ചെയ്യാം,
നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ എന്താ കോൺട്രാക്ടറുടെ രീതിയിൽ പ്ലാൻ ചെയ്യും അല്ലെ, അയാൾ എന്ത് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണോ എടുത്തേക്കുന്നത്, അപ്പൊ ആ ഒരു കോൺട്രാക്ടിന്റെ രീതിയിൽ ആ ഒരു വർക്ക് നിന്ന് പോകാനുള്ള രീതിയിൽ എന്താ അവര് കോൺട്രാക്ടറുടെ രീതിയിൽ പ്ലാൻ ചെയ്യും. പിന്നെ എഞ്ചിനീയർ ഉണ്ട്, ആർക്കിടെക്ട്സ് ഉണ്ട്, സോ അവർ അവരുടേതായ രീതിയിൽ ലൈക്ക് ഡിസൈൻ ഒരു പ്ലാൻ വരക്കുക, സോ അങ്ങനത്തെ കാര്യങ്ങളിൽ എന്താ അവർ പ്ലാൻ ചെയ്യും. സോ അതാണ് എന്താ അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഈ ഇൻഡിവിജ്വൽ ഇൻവോൾവ് ആവുന്നത് ലൈക്ക് അവരുടെ എന്ത് ഒബ്ജക്റ്റീവ് ആണോ ഉള്ളത് അതിനു വേണ്ടി അവർ പ്ലാൻ ചെയ്യുക ആ ഒരു ഹോൾ പ്രോജക്റ്റിൽ. അപ്പൊ അത്രയാണ് ടൈപ്സ് ഓഫ് പ്ലാൻ വരുന്നത്: സ്റ്റാൻഡേർഡ് പ്ലാൻ, സിംഗിൾ യൂസ് പ്ലാൻ, സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാൻ. നെക്സ്റ്റ് വൺ ആണ് സ്റ്റേജസ് ഓഫ് പ്ലാനിങ്. സോ സ്റ്റേജസ് ഓഫ് പ്ലാനിങ്ങിൽ ഫസ്റ്റ് വൺ ആണ് പ്രീ പ്ലാനിങ്. പ്രീ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫൈനൽ ഒബ്ജക്റ്റീവ് ടേക്കപ്പ് ചെയ്ത് എന്താ ആ ഒരു ഡിസിഷൻ ടേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് വരുന്നതാണ് എന്താ പ്രീ പ്ലാനിങ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു കോൺട്രാക്ടർ ഒരു വർക്ക് ടേക്കപ്പ് ചെയ്യുവാണെങ്കിൽ എന്താ ഒരു ടെൻഡറിങ് ഫേസിൽ അയാൾ ഒരു പ്ലാൻ ചെയ്യും, ലൈക്ക് ടെൻഡറിന് ആവശ്യമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ അയാൾക്ക് ആ ഒരു കോൺട്രാക്ടർക്ക് ആ ഒരു വർക്ക് ടേക്കപ്പ് ചെയ്യാനുള്ള റിസോഴ്സ് കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എക്യുപ്മെന്റ് കപ്പാസിറ്റി ഉണ്ടോ. സോ അതെല്ലാം സ്റ്റഡി ചെയ്ത് ഇപ്പൊ ഒരു ടെൻഡറിങ് ഇതിനു വേണ്ടി നടത്തുന്ന പ്ലാൻ ഒക്കെ എന്താ അതാണ് പ്രീ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡീറ്റെയിൽഡ് പ്ലാനിങ്. ഡീറ്റെയിൽഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു വർക്കിലോട്ട് കിടന്നു. ഇപ്പൊ ഇൻ കേസ് ഒരു കോൺട്രാക്ടറുടെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺട്രാക്ടർ ആ ഒരു വർക്ക് ടേക്കപ്പ് ചെയ്ത് പിന്നീട് എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ ഡീറ്റെയിൽ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ വർക്ക് ഡ്രോയിങ്സ് ഇത് ചെയ്യുക, സ്പെസിഫിക്കേഷൻസ് ഇത് ചെയ്യുക. സോ അതെല്ലാമാണ് എന്താ ഡീറ്റെയിൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ആൻഡ് അടുത്തതാണ് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ. മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ ഒരു പ്രോജക്റ്റിന്റെ എക്സിക്യൂഷൻ ഫേസിൽ നമ്മൾ ആസ് പെർ ഷെഡ്യൂൾ ആണോ നമ്മുടെ പ്രോജക്റ്റ് പോകുന്നത്, അതുപോലെ തന്നെ എന്താ നമ്മുടെ പ്രോജക്റ്റ് ആസ് പെർ ഷെഡ്യൂൾ അല്ല പോകുന്നെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ പ്രോജക്റ്റ് അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ ഷെഡ്യൂള് അപ്ഡേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റിവൈസ്ഡ് ഫോർകാസ്റ്റ് മേക്കപ്പ് ചെയ്യുക. അതെല്ലാമാണ് എന്താ മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ. അപ്പൊ ഇത് മൂന്നുമാണ് സ്റ്റേജസ് ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞു. ദെൻ ഏരിയാസ് ഓഫ് പ്ലാനിങ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ ആണ് എന്താ ടൈം പ്ലാൻ, ദെൻ മാൻ പവർ പ്ലാൻ, അതുപോലെ തന്നെ മെറ്റീരിയൽ പ്ലാന്, എക്യുപ്മെന്റ് പ്ലാൻ, ദെൻ ഫിനാൻസ് പ്ലാൻ. സോ ടൈം പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സോ എന്തായിരിക്കും എസെൻസ് എന്താ, ഓരോ ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും എന്താ നമുക്ക് ഇപ്പൊ ഒരു കോൺട്രാക്ട് കൊടുക്കുവാണെങ്കിൽ എന്താ ഇന്ന ടൈം പീരീഡിന്റെ ഉള്ളിൽ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യാമെന്നായിരിക്കും പറയുന്നത്, ഒരു കോൺട്രാക്ടർ പറയാമെന്ന് വിചാരിക്കുക. സോ എന്തായിരിക്കും ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അത് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതായിരിക്കും എന്താ ആ ഒരു കോൺട്രാക്ടറിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അയാൾ എപ്പോഴും ആ ഫോക്കസ് ചെയ്യുന്ന എന്തിലായിരിക്കും, ആ ഒരു ടൈം ഷെഡ്യൂളായിരിക്കും ഫോക്കസ് ചെയ്യുക. സോ അതാണ് എന്താ ടൈം പ്ലാൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ എന്തായിരിക്കും മാൻ പവർ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, നമുക്കറിയാം എന്താ ഒരുപാട് വർക്ക് ഫോഴ്സ് ഉണ്ട്, സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, അൺസ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്. സോ അവരുടെ കാര്യങ്ങളിൽ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുക, എവിടെയൊക്കെയാണ് അൺസ്കിൽഡ് ലേബേഴ്സ് റിക്വയർഡ് ആയിട്ട് വരുന്നത്, അതുപോലെ എവിടെയൊക്കെയാണ് സ്കിൽഡ് ലേബേഴ്സിന്റെ റിക്വയർമെന്റ് വരുന്നത്, അതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ മെറ്റീരിയൽ പ്ലാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതിന്റെ എസ്റ്റിമേഷൻ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി റിക്വയർമെന്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യുക, സ്പെസിഫിക്കേഷൻസ് പ്ലാൻ ചെയ്യുക, അതെല്ലാമാണ് എന്താ മെറ്റീരിയൽ പ്ലാൻ വരുന്നത്. സിമിലർലി എക്യുപ്മെന്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മെഷീൻസ്, ഒരുപാട് ആക്ടിവിറ്റീസ് ലൈക്ക് എന്താ എക്സ്കവേഷൻ ഉണ്ട്, ട്രെഞ്ചിങ് ഉണ്ട്, കോമ്പാക്ടിങ് ഒക്കെ നമ്മുടെ പ്രോജക്റ്റിൽ വരുന്നുണ്ട്. സോ ഓരോ ആക്ടിവിറ്റിയുടെയും റിക്വയർമെന്റ് അനുസരിച്ച് അതിന് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ റിക്വയർമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഫിനാൻസ് പ്ലാൻ, ഒബ്വിയസ്ലി എന്താ നമുക്ക് ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പോകണമെങ്കിൽ എന്തായിരിക്കും റിക്വയർഡ് ആയിട്ടുള്ള ഫണ്ടിങ് ഉണ്ടാകും, ഫിനാൻസ് ഉണ്ടാവണം. സോ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നതാണ് പ്രോപ്പർ ആയിട്ട് ഫണ്ട് റിക്വയർമെന്റ്, എപ്പോഴും ഒരു ടൈംലി ആയിട്ടുള്ള ഫണ്ട് റിക്വയർമെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതാണ് ഫിനാൻസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബേസിക്കായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്താ
ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യുക. എന്താണ് ആ ഒരു പ്രൊജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്, എന്ത് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ആണ്, എന്താണ് അച്ചീവ് ചെയ്യാനുള്ളത്. സോ ദാറ്റ് ഇസ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രൊജക്ട്. ദെൻ ഡിഫൈനിങ് വർക്ക് ടാസ്ക് ആൻഡ് ജനറേറ്റ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. സോ ഏതാണ് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ് ചെയ്യേണ്ട ഏറ്റവും മെയിൻ വർക്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ആ ഒരു വർക്കിലോട്ട് ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് എന്ന് തന്നെ പറയാം, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം. ആസ് എ ഹോൾ എന്താണ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയാം. അപ്പം വർക്ക് ടാസ്ക് ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ജനറേറ്റ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഈ ഓരോ ആക്ടിവിറ്റീസ്, ഇപ്പോൾ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഈ ആക്ടിവിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതുപോലെ എത്രത്തോളം ഡ്യൂറേഷൻ വേണം ഓരോ ആക്ടിവിറ്റിക്കും, അതുപോലെ എത്രത്തോളം റിസോഴ്സസ് റിക്വയർമെന്റ് ഉണ്ടെന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതെല്ലാമാണ് നമ്മൾ പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. സോ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്താണെന്നൊന്ന് പറയാം. സോ അതായത് ആ ഒരു പ്രോജക്റ്റ്, അതായത് ആ ഒരു ഫുൾ സ്കോപ്പ് ഓഫ് വർക്കിൽ എന്തൊക്കെയാണ് വർക്ക് എലമെന്റ്സ് വരുന്നത്, അതായത് ഓരോന്നിന്റെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്താലാണ് നമുക്ക് ആ ഒരു ആസ് എ ഫുൾ സ്കോപ്പ് ഓഫ് വർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ആൻഡ് ഒരു ഹൈറാക്കിയൽ സ്ട്രക്ചർ ആണെന്ന് പറയാം. ഒരു ഹൈറാക്കിയൽ സ്ട്രക്ചർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിസൈൻ ലോജിക്കലി ടു സബ്ഡിവൈഡ് ഓൾ ദി വർക്ക് എലമെന്റ്സ് ഓഫ് ദി പ്രോജക്റ്റ് ഇൻ ടു എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അതിൽ ആ ഒരു ഫുൾ സ്കോപ്പ് ഓഫ് വർക്ക്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നതാണ് ആ ഒരു ഹൗസ് കൺസ്ട്രക്ഷൻ. അതാണ് നമ്മുടെ ഫുൾ സ്കോപ്പ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ വരുന്നത്. ആൻഡ് അതിന്റെ സ്മോളർ എലമെന്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ലോവർ ലെവൽസിലോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. ഇപ്പോൾ ഒരു ഹൗസ് കൺസ്ട്രക്ഷനിൽ എന്തൊക്കെ ഉണ്ടാവുക, സിവിൽ വർക്ക് ഉണ്ടാവാം, പ്ലംബിംഗ് വർക്ക്സ് ഉണ്ടാവാം, then ഇലക്ട്രിക്കൽ വർക്ക്സ് ഉണ്ടാവാം. അങ്ങനെ നമ്മൾ അതിനെ ഓരോ വർക്ക് എലമെന്റ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണ്. ആൻഡ് ഈ ഓരോ വർക്ക് എലമെന്റ്സും അതിന്റെ ലോവർ ലെവൽസിലോട്ട് പോകുമ്പോഴാണ് എന്താ നമുക്ക് ആ ഒരു വർക്ക് പാക്കേജ്, അല്ലെങ്കിൽ ഈ വർക്ക് പാക്കേജിൽ നിന്നാണ് എന്താ ആക്ടിവിറ്റീസ്, എന്തൊക്കെയാണ് ആ ഒരു പ്രൊജക്ടിന്റെ ആക്ടിവിറ്റീസ് എന്ന് കിട്ടുക. അപ്പൊ അതിന്റെ വർക്ക് എലമെന്റ്സ് വരുന്നതാണ് എന്താ, സിവിൽ വർക്ക് വരുന്നുണ്ട്, പ്ലംബിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ വരുന്നുണ്ട്. അതിൽ എന്തൊക്കെ വരുന്നതാണ് എന്താ വർക്ക് പാക്കേജസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്, ലൈക്ക് ഫൗണ്ടേഷൻ എന്നുള്ളൊരു വർക്ക് പാക്കേജ് ആണ്, അല്ലെങ്കിൽ വാൾ ഓർ റൂഫ് എന്നുള്ളത് ഒരു വർക്ക് പാക്കേജ് ആണ്. ഇനി ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്ന വർക്ക് പാക്കേജ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്താ നമ്മുടെ പ്രൊജക്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ഒരു ഫൗണ്ടേഷന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, എക്സ്കവേഷൻ ചെയ്യണം, പിന്നെയോ കോൺക്രീറ്റിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഫ്രോം വർക്ക് ഫിറ്റ് ചെയ്യുക, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക, കോൺക്രീറ്റ് ചെയ്യുക. സോ അങ്ങനത്തെ കാര്യങ്ങളാണ് എന്താ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞത്. സോ ഇതാണ് ഒരു വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കോപ്പ് ഓഫ് വർക്കിന് നമ്മൾ വർക്ക് എലമെന്റ്സ്, വർക്ക് പാക്കേജസ് ആൻഡ് ആക്ടിവിറ്റീസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത്, കൺസ്ട്രക്ഷൻ പ്ലാനിങ്. അതിൽ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റേജസ് ഓഫ് പ്ലാനിങ്, അതുപോലെ ടൈപ്സ് ഓഫ് പ്ലാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഇതിൽ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ആണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിങ്ങിലോട്ട് പോവാണ്. സോ കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് അതിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെന്ന് പറയാം. അതിൽ നിന്ന് നമുക്ക് എന്താ ഓരോ നമ്മൾ ഡിഫൈൻ പ്ലാൻ ചെയ്തേക്കുന്ന എത്രത്തോളം ഓരോ ആക്ടിവിറ്റിക്കും എത്രയാ ടൈം, നമ്മൾ എത്രത്തോളം ഡ്യൂറേഷൻ വേണമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, എത്രത്തോളം റിസോഴ്സസ് വേണമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ എന്താ ഓരോ ആക്ടിവിറ്റിക്കും അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഓരോ ആക്ടിവിറ്റിയുടെയും സ്റ്റാർട്ട് ഡേറ്റ് എന്നാണ്, എൻഡ് ഡേറ്റ് എന്നാണെന്നൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്താ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. സോ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന റിസോഴ്സസ്, ഇപ്പൊ ക്യാൻ ബി ആക്ടിവിറ്റി ആയിരിക്കും, പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന റിസോഴ്സസ്, ക്യാൻ ബി ടൈം ആയിരിക്കാം, അതുപോലെ അതർ റിസോഴ്സസ് ആയിരിക്കാം. അതെല്ലാം എന്താ ഓരോ ആക്ടിവിറ്റിക്കും നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഓരോ ആക്ടിവിറ്റിയുടെ എന്താ സ്റ്റാർട്ടിംഗ് ഡേറ്റും അതുപോലെ തന്നെ കംപ്ലീറ്റിംഗ് ഡേറ്റ്സും നമ്മൾ സ്പെസിഫൈ ചെയ്യുക. അതിനാണ് എന്താ കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്.
ബേസിക് ആയിട്ട് വരുന്ന ഷെഡ്യൂളിംഗ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഡീറ്റെയിൽഡ് കൺട്രോൾ ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ ചെയ്യുന്നതാണത്. ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് വരും, അതുപോലെ തന്നെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് അല്ലെങ്കിൽ കീ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുക. ഈ ഓരോ ആക്ടിവിറ്റീസ് ആണ് ഇവന്റ്സിന് നമ്മൾ എന്താ ടൈം അസൈൻ ചെയ്യുക, അതുപോലെ തന്നെ എന്താ റിസോഴ്സസ് അസൈൻ ചെയ്യുക, എത്രത്തോളം റിസോഴ്സ് ഓരോ ആക്ടിവിറ്റീസും കൺസ്യൂം ചെയ്യും എന്നുള്ള കാര്യങ്ങൾ അസൈൻ ചെയ്യുക. ആൻഡ് ഈ ഓരോ റിസോഴ്സസും അസൈൻ ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രൊജക്ട് കൺട്രോളിങ്. സോ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിന്റെ 3 ഫേസസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഏതൊക്കെയാ? ഫസ്റ്റ് ആണ് കൺസ്ട്രക്ഷൻ പ്ലാനിങ് ഉണ്ടാകുന്നത്, ദെൻ കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ്, ആൻഡ് തേർഡ് വൺ ആണ് എന്താ പ്രൊജക്ട് കൺട്രോളിങ്. അതിൽ കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് നമ്മൾ എപ്പോഴും എന്താ ഒരു എക്സിക്യൂഷൻ ഫേസിന് മുമ്പ് ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് പ്രൊജക്ട് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വൽ എക്സിക്യൂഷന്റെ ടൈമിൽ ചെയ്യുന്നതാണ്. അതായത് എന്താ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന പോലെ തന്നെയാണോ നമ്മുടെ പ്രോജക്റ്റ് ഇപ്പം ഷെഡ്യൂൾ അനുസരിച്ചാണോ പ്രൊജക്റ്റ് പോകുന്നത്, അതുപോലെ തന്നെ എന്താ നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ചല്ല പോകുന്നത്. ഇപ്പൊ അഹെഡ് ഓഫ് ഷെഡ്യൂൾ ആണോ അതോ ബിഹൈൻഡ് ദ ഷെഡ്യൂൾ ആണോ എന്ന് നോക്കുക. ഇപ്പൊ ബിഹൈൻഡ് ദ ഷെഡ്യൂൾ ആണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൊജക്റ്റ് നമ്മുടെ ആക്ച്വൽ പ്ലാൻ അനുസരിച്ച് പോവാത്തത് എന്നുള്ളതിന്റെ റീസൺസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെ നമുക്കത് മേക്കപ്പ് ചെയ്ത് പോവാം എന്നുള്ള കാര്യങ്ങളെല്ലാം സജസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നതുമാണ് എന്താ പ്രൊജക്ട് കൺട്രോളിംഗിൽ വരുന്നത്. So controlling phase of the project is undertaken during the actual project operations, and it consists of reviewing the difference and ആ ഒരു ഷെഡ്യൂൾ ആൻഡ് ആക്ച്വൽ പെർഫോമൻസ് തമ്മിലുള്ള ഡിഫറൻസ് റിവ്യൂ ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ പറഞ്ഞ ഡീവിയേഷൻസ് ഡിറ്റർമൈൻ ചെയ്യുക. നമ്മുടെ ബേസിക് പ്ലാനിൽ നിന്ന് അല്ലെങ്കിൽ ഉള്ള ഡീവിയേഷൻസ് ഡീവിയേഷൻസ് ഡിറ്റർമൈൻ ചെയ്യും. അതുപോലെ തന്നെ എന്താ എങ്ങനെ നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാം അല്ലെങ്കിൽ റീപ്ലാൻ ചെയ്യാം. ഈ പറഞ്ഞ ഡീവിയേഷൻസിനെ എങ്ങനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ള മെത്തേഡ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. മെത്തേഡ്സ് ഓഫ് മെഷേഴ്സ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് പ്രൊജക്ട് കൺട്രോളിങ്. സോ സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ദ ടാർഗറ്റ്സ് ഇൻ ടേംസ് ഓഫ് ടൈം. ലൈക്ക് ബേസിക് ആയിട്ട് നമ്മൾ ആ ഒരു ടൈം ഇതാണ് നോക്കുന്നത്. ഷെഡ്യൂളിനും അഹെഡ് ആണോ അതോ ബിഹൈൻഡ് ആണോ നമ്മുടെ പ്രോജക്റ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യുക. ലൈക്ക് ആ ഒരു പറഞ്ഞു നമ്മുടെ ഷെഡ്യൂൾഡ് പ്ലാൻ ഉണ്ടാവാം, അതായത് ബേസിക് പ്ലാൻ ഉണ്ടാവാം. സോ അതിന്റെ സ്റ്റാൻഡേർഡ്സ് എല്ലാം നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, സോ എന്തൊക്കെയാണ് ഡീവിയേഷൻസ് വരുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതുപോലെ തന്നെ എന്താ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഷെഡ്യൂൾ അനുസരിച്ചല്ല നമ്മുടെ പ്രോജക്റ്റ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യുക, അതിന് ആവശ്യമായിട്ടുള്ള അത് കറക്റ്റിംഗ് മെഷേഴ്സ് നമ്മൾ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആ ഒരു പ്ലാൻ റീഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, ഇതാണ് സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലോട്ട് പോവാണ്, മെത്തേഡ്സ് ഓഫ് പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിങ്. സോ മെയിനായിട്ട് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കാറുള്ള 3 മെത്തേഡ്സ് ആണ് പ്ലാനിങ്, ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ ഷെഡ്യൂളിംഗ് ടൂൾസ് എന്നും കൂടെ ഇതിനും പറയാം. സോ ഫസ്റ്റ് വൺ ഈസ് ദി ബാർ ചാർട്ട്സ് ഓർ ഗാൺ ചാർട്ട്സ്, ദെൻ മൈൽ സ്റ്റോൺ ചാർട്ട്സ്, ആൻഡ് തേർഡ് വൺ ഈസ് ദി നെറ്റ്വർക്ക് diagrams. So scheduling techniques na പറയാം, scheduling techniques or tools or methods for planning, scheduling and controlling എങ്ങനെ ഇതിലും പറയാറുണ്ട്. ഇതിൽ ഓരോന്നും നോക്കാം. സോ ഫസ്റ്റ് വൺ ആണ് ബാർ ചാർട്ട് ഓർ ഗാൺ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ബാർ ചാർട്ട് ഓർ ഗാൺ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിന്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ബേസിക്കലി പ്രൊജക്റ്റിന്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഗാൺ ചാർട്ട് ഓർ ബാർ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഗാൺ ചാർട്ട് ഡെവലപ്പ് ചെയ്തത് 1918 ബൈ HL ഗാൺ. നമ്മൾ ബേസിക് ആയിട്ട് കാണുന്ന ഒരു ചാർട്ട് നമുക്കറിയാം, എന്താ പറഞ്ഞ പോലെ എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഡ്യൂറേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിസിൽ ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു റെപ്രസെൻറ്റേഷനിൽ നിന്ന് നമുക്കറിയാം എത്രത്തോളം ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനിയുണ്ട്, അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിക്കും എത്രത്തോളം ഡ്യൂറേഷൻ ആണ് ഓരോ ആക്ടിവിറ്റീസും ടേക്കപ്പ് ചെയ്യുന്നതെന്ന്. അതുപോലെ ഈ ഒരു ബാർ ചാർട്ടിൽ നമ്മൾ ആ ഒരു ഏർലി സ്റ്റാർട്ട് ടൈംസ് അതുപോലെ തന്നെ ഏർലി എൻഡ് ടൈംസ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്.
സോ പറഞ്ഞതെന്ന് വെച്ചാൽ വിഷ്വൽ എയ്ഡ് ഫോർ ട്രാക്കിംഗ് ദി പ്രോഗ്രസ് ഓഫ് പ്രൊജക്ട് ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ബാർസ് പ്രൊവൈഡ് ചെയ്യുമ്പം അതിൽ നമുക്ക് എത്രത്തോളം പ്രോഗ്രസ് ഒരു ഷെയ്ഡ് ചെയ്ത പോർഷനിൽ കാണിക്കാറുണ്ട്. അതായത് എത്രത്തോളം പോർഷൻ ആ ഒരു ആക്ടിവിറ്റിയുടെ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇത് റിമൈനിങ് എത്രയാണ്. അപ്പം നമുക്ക് ആ ഒരു എത്രത്തോളം ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റഡ് ആണ് അല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ആ ഒരു ഷെഡ്യൂളിലാണോ എന്നുള്ളത്, ഇപ്പം ആ ഒരു പ്രോജക്റ്റ് ഒരു ഷെഡ്യൂൾ ആസ് പെർ ഷെഡ്യൂളാണ് പ്രോഗ്രസ് ചെയ്യുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സിമ്പിൾ ആണ്, നമുക്ക് ആർക്കും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഓരോ ആക്ടിവിറ്റി, എത്ര ഡ്യൂറേഷൻ ആണ് വരുന്നത്, പ്രോഗ്രസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഓൾസോ എന്താ ഏർലിയസ്റ്റ് കംപ്ലീഷൻ ഡേറ്റ്സ് നമുക്ക് ഈ തരുന്നത്. നമുക്ക് ആ ഒരു ബാർ ചാർട്ടിൽ എപ്പോഴും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഏർലിയസ്റ്റ് കംപ്ലീഷൻ ഡേറ്റ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏർലിയസ്റ്റ് കംപ്ലീഷൻ ഡേറ്റ് മാത്രമാണ് നമുക്കത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഡിലേസ്, ഓരോ ആക്ടിവിറ്റിയുടെ ഇന്റർ ഡിപ്പെൻഡൻസീസ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിന്റെ ഓരോ ഇഫക്റ്റ് ഓഫ് ഡിലേയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ പറഞ്ഞ ബാർ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊരു ബാർ ചാർട്ട് അല്ലെങ്കിൽ ഗാൺ ചാർട്ടിന്റെ എക്സാമ്പിൾ ആണ്. അതായത് എന്താ, നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഡ്യൂറേഷൻ, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കുന്നത്. നമുക്ക് കാണാം എന്താ, ഇപ്പം ഡിസൈൻ ഹൗസ് ആൻഡ് ഒബ്റ്റെയിൻ ഫിനാൻസിങ്. സോ അതാണ് മന്ത്സിലൊരു 3 months ഡ്യൂറേഷൻ ആണ് അതിന് പറയുന്നത്. സോ അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിന്റെ ഡ്യൂറേഷൻ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഓരോ റെപ്രസെന്റേഷനിൽ നിന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിലിപ്പം നമുക്കൊരു സിംഗിൾ സോളിഡ് കളർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൽ നമ്മൾക്ക് അതുപോലെ ഇതിന്റെ പ്രോഗ്രസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിലൊരു ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഒരു 2 months, ഇപ്പൊ ഒരു 2 monthsന്റെ അടുത്തോളം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും അത്രയുമാണ് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയേക്കുന്നത്, അതിന്റെ റിമൈനിങ് കംപ്ലീറ്റ് ആവാൻ ഇനിയും ഉണ്ട്. സോ അങ്ങനെയും അത് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് മൈൽ സ്റ്റോൺ ചാർട്ട്. മൈൽ സ്റ്റോൺ ചാർട്ടും ഈ പറഞ്ഞ പോലെ ഗാൺ ചാർട്ട് പോലെ തന്നെ സിമിലർ തന്നെയാണ്. പക്ഷെ ഇതിൽ ബേസിക് ആയിട്ട് അവർ ബേസിക് റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് കീ ഇവന്റ്സ് അല്ലെങ്കിൽ ടാർഗറ്റ്സ് സ്പെഷ്യൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. സോ ഈ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഡ്യൂറേഷനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരുപാട് ആക്ടിവിറ്റീസ് കൂടി വരുന്ന ഒരു കീ ഇവന്റ് അല്ലെങ്കിൽ ഒരു കീ ഒബ്ജക്റ്റീവ് ആണ് മൈൽ സ്റ്റോൺ. സോ അതുകൂടി എന്താ ഈ ഒരു ബാർ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യും. അതാണ് മൈൽ സ്റ്റോൺ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇതാണ് ഒരു മൈൽ സ്റ്റോൺ ചാർട്ടിന്റെ റെപ്രസെന്റേഷൻ വരുന്നത്. സോ അതിന് നമ്മുടെ ഏർലി സ്റ്റാർട്ട് ഡേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സിമിലർ പോലെ തന്നെ വരും. ഈ ഒരു ഫ്ലാഗ് പോർഷൻ ഫ്ലാഗ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്, അതായത് മൈൽ സ്റ്റോൺ റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ്. അതായത് ഈ പറഞ്ഞ ടീം, ഇപ്പൊ ഈ ഒരു ചാർട്ടിൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ടീം എ മാർക്കറ്റ് റിസർച്ച് എന്നുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, അതുപോലെ സ്പെസിഫിക്കേഷൻ എന്നുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ആക്ടിവിറ്റിയും കൂടെ കമ്പൈൻ വരുന്ന അച്ചീവ് ചെയ്യുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലാഗ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. സോ അപ്പൊ നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതിലെ കീ ഇവന്റ്സ് അതുപോലെ തന്നെ ഈ പറഞ്ഞ മൈൽ സ്റ്റോൺസ് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ അച്ചീവ്മെന്റ്, അതുപോലെ തന്നെ ആ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താ ആസ് പെർ ഷെഡ്യൂൾ അനുസരിച്ച് എത്രത്തോളം ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഒരു മൈൽ സ്റ്റോണിൽ എത്താനുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്താ ഈ മൈൽ സ്റ്റോൺ ചാർട്ട്സിൽ നിന്ന്. മൈൽ സ്റ്റോൺ ചാർട്ടിലും ഈ പറഞ്ഞ പോലെ ബാർ ചാർട്ടിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് എന്താ, ഡിലേസ് ഒന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റീസും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്സ് ഒന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെ ഓൾഡർ ടെക്നിക്കാണ്. ഈ പറഞ്ഞാൽ മൈൽ സ്റ്റോൺ ചാർട്ട് അതുപോലെ തന്നെ ബാർ ചാർട്ട് എല്ലാം ഓൾഡർ ടെക്നിക്കാണ്. ഇപ്പൊ നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രാംസ് ആണ് നമ്മൾ കൂടുതലും ഷെഡ്യൂളിംഗ് ടെക്നിക്കായിട്ട് പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എല്ലാം നമുക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് തമ്മിലുള്ള ഇന്റർ ഡിപ്പെൻഡൻസീസ് നമുക്ക് ഷോ ചെയ്യാൻ പറ്റും. ഏത് ആക്ടിവിറ്റി ആയിട്ട് ഡിപ്പെൻഡന്റ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റഡ് ആയാലാണ് ഒരു പുതിയൊരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇന്റർ ഡിപ്പെൻഡൻസീസ് നമുക്ക് ഷോ ചെയ്യാൻ പറ്റും. സോ എലമെന്റ്സ് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ബേസിക് വന്നിട്ട് പോവുകയാണെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞാൽ എന്തൊക്കെയാണ് എലമെന്റ്സ്, ഒരു നെറ്റ്വർക്കിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്.
അപ്പം ഈ കാണിച്ചിരിക്കുന്ന നമ്മുടെ ഒരു ബേസിക് ഒരു എലമെന്റ് എന്തൊക്കെയാണെന്ന് പറയാണ്ട് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു നെറ്റ്വർക്കിൽ ഇവന്റ് ഉണ്ട്. സോ ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ് എന്താ നമ്മുടെ ആ ഒരു ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് എന്താണോ ഒരു വർക്ക്. ഇപ്പൊ കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്താ കോൺക്രീറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് എന്താ നമ്മുടെ ആക്ടിവിറ്റി. ആൻഡ് അതുപോലെ തന്നെ ഇവന്റ് ഉണ്ട്. ഈ ഇവന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഈ ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് ആൻഡ് എൻഡിനാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഓർ കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റിനെയാണ് ഇവന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇപ്പൊ നമ്മുടെ കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നതാണ് ഒരു ആക്ടിവിറ്റി എങ്കിൽ എന്തായിരിക്കും സ്റ്റാർട്ടഡ് കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണ്, അല്ലെങ്കിൽ കോൺക്രീറ്റിംഗ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണ്. അതിൽ ആ ഒരു ആക്ച്വൽ വർക്ക് ടൈം കൺസ്യൂം ചെയ്തു പോകുന്ന കാര്യമാണ് എന്താ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അല്ലെ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് ടാസ്ക് ആണ് എന്താ ആക്ടിവിറ്റി. നമ്മൾ മെയിൻ ആയിട്ടും നെറ്റ്വർക്കിൽ ആയിട്ട് ഫോളോ ചെയ്യുന്ന ആരോ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ആക്ടിവിറ്റി ആണ്. അതുപോലെ ഈ ആരോട് ലെങ്ത്തിനൊന്നും ഒരു സിഗ്നിഫിക്കൻസും ഇല്ല, ജസ്റ്റ് ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു ആക്ടിവിറ്റി. അതുപോലെ ഈ ഒരു സർക്കിൾസിൽ അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്താ ഇവന്റ്സ് എന്ന് പറഞ്ഞു. ഈ ഒരു കാണിച്ചിരിക്കുന്നതാണ് എന്താ ഇപ്പൊ 1 എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണ്. അത് ഈ പറഞ്ഞ പോലെ എന്താ ക്യാൻ ബി ഒരു സ്റ്റാർട്ട്, ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു ടൈം കൺസ്യൂം ചെയ്ത് വരുന്ന ആക്ടിവിറ്റി. ആൻഡ് ഈ 2 ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ഇവന്റ് 2 എന്ന് പറയുന്നത് ഇപ്പൊ ആ ഒരു ആക്ടിവിറ്റിയുടെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തൊക്കെ ടൈപ്സ് ഓഫ് ഇവന്റ്സ് ഉണ്ടെങ്കിൽ, സോ ടെയിൽ ഇവന്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ IJ എന്ന് പറയുന്നതാണ്. ഈ കാണുന്നതിൽ IJ എന്നുള്ളതാണ് ഇവന്റ്. അതുപോലെ ആരോ റെപ്രസെന്റ് ചെയ്യുന്നത് ആക്ടിവിറ്റി A എന്ന് പറഞ്ഞ. സോ ഇതില് I എന്ന് പറയുന്ന ഇവന്റ് ആണ് ടെയിൽ ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു സ്റ്റാർട്ട്, ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടാണ് എന്താ ടെയിൽ ഇവന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ J എന്ന് പറയുന്നതാണ് എന്താ ഹെഡ് ഇവന്റ്, അതായത് ആ ആക്ടിവിറ്റിയുടെ ഫിനിഷ് ആണ് ഹെഡ് ഇവന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡുവൽ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഡുവൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ 5 to 10 എന്നുള്ളത് അതായത് ആക്ടിവിറ്റി A, ദെൻ 10 to 15 എന്നുള്ളത് ആക്ടിവിറ്റി B ആണ്. സോ ഇതില് ഈ ഇവന്റ് 10 എന്നുള്ള ഒരു ഇവന്റ് എന്താ ആക്ടിവിറ്റി എനെ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഹെഡ് ഇവന്റ് ആയിരിക്കും. പക്ഷെ എന്താ ആക്ടിവിറ്റി ബിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 10 എന്നുള്ള ഇവന്റ് എന്തായിരിക്കും ടെയിൽ ഇവന്റ് ആയിരിക്കും. സോ ഒരു ആക്ടിവിറ്റിക്ക് അതൊരു ഹെഡ് ഇവന്റ് ആയിട്ട് ആക്ട് ചെയ്യും, ഒരു ആക്ടിവിറ്റിക്ക് അത് ടെയിൽ ഇവന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതാണ് ഡുവൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ. ദെൻ ബേസ്റ്റ് ഇവന്റ്. സോ ബേസ്റ്റ് ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു ഇവന്റിൽ നിന്ന് ഒരുപാട് ഇവന്റ്സ് ക്രിയേറ്റഡ് ആണ്. അതാണ് കാണിച്ചേക്കുന്നത്. 10 നിന്ന് എന്താ ആക്ടിവിറ്റി B ഉണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റി C ഉണ്ട്, ഒരുപാട് ഇവന്റ്സ് വരുന്നുണ്ട്. ഇനി മേർജ് ഇവന്റ് ആണെങ്കിൽ എന്താ ഒരുപാട് ഇവന്റ്സ് ഫൈനലി ഒരു സിംഗിൾ ഇവന്റിലോട്ട് മേർജ് ചെയ്യുന്നു. ഇതാണ് മേർജ് ഇവന്റ്. ദെൻ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ, സോ അതിൽ വരുന്നതാണ് പ്രെഡിസസർ ഇവന്റ്സ് ആൻഡ് സക്സസർ ഇവന്റ്സ്. സോ നമുക്കറിയാം ഫോളോ ചെയ്ത് വരുന്നതാണ് എന്താ പ്രെഡിസസർ ഇവന്റ്, ആൻഡ് ഫ്രണ്ടിൽ പോകുന്നതായിരിക്കും എന്താ ഇനി അങ്ങോട്ട് ചെയ്ത് പോകാൻ പോകുന്നതുള്ളത് എന്താ സക്സസർ ഇവന്റ്സ്. ദെൻ ആക്ടിവിറ്റീസ് ഇന്റർ റിലേഷൻ, ഈ പറഞ്ഞ ഇവന്റ് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആക്ടിവിറ്റീസ്. സോ അതിലും നമുക്ക് 3 ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് പറയാൻ എന്തൊക്കെയാ സീരീസ് ആക്ടിവിറ്റീസ് ഉണ്ട്, അതായത് ആ ഒരു സീരീസ് പോകുന്ന ആക്ടിവിറ്റി AB, അതായത് ഒരു സീരീസ് ആയിട്ട് പോകുന്ന സീരിയൽ ആക്ടിവിറ്റി. ദെൻ പാരലൽ ആയിട്ട് പോകുന്ന 2 ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്താ പാരലൽ, അതായത് സെയിം സ്റ്റാർട്ട് ആയിരിക്കും പക്ഷെ ഡിഫറെന്റ് എൻഡ് ടൈംസ് ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി പാരലൽ ആക്ടിവിറ്റി. ദെൻ അതുപോലെ തന്നെ എന്താ പ്രെഡിസസർ ആൻഡ് സക്സസർ ആക്ടിവിറ്റി. സോ ഇപ്പൊ B കൺസിഡർ ചെയ്യുമ്പോൾ ബിയുടെ പ്രെഡിസസർ ആക്ടിവിറ്റി ഏതായിരിക്കും A ആണ് ബിയുടെ പ്രെഡിസസർ ആക്ടിവിറ്റി. ഇനി A കൺസിഡർ ചെയ്യുകയാണെങ്കിൽ Aയുടെ സക്സസർ ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി B. ദെൻ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റി റിലേഷൻഷിപ്സ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് 4 ടൈപ്സ് ഓഫ് ആക്ടിവിറ്റി റിലേഷൻഷിപ്സ് ഉണ്ട്. അതാണ് പറയുന്നത് ഫിനിഷ് ടു സ്റ്റാർട്ട്, ഫിനിഷ് ടു ഫിനിഷ്, ദെൻ സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്, സ്റ്റാർട്ട് ടു ഫിനിഷ്. സോ ഫിനിഷ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കും സക്സസർ ആക്ടിവിറ്റി എപ്പോഴാ കറണ്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് സക്സസർ ആയിട്ട് വരുന്ന ആക്ടിവിറ്റി ബിഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ഫസ്റ്റ് വൺ ആണ് കാണിച്ചേക്കുന്നത്, അതായത് ഫിനിഷ് ടു സ്റ്റാർട്ട്, അതായത് കറണ്ട് ആക്ടിവിറ്റി ഫിനിഷ് ചെയ്താലാണ് സെക്കൻഡ് സക്സസർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫിനിഷ് ടു ഫിനിഷ്,
ഫിനിഷ് ടു ഫിനിഷ് എന്ന് പറയുമ്പോൾ ആ ഒരു സക്സസർ ആക്ടിവിറ്റിയുടെ ഫിനിഷും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കറണ്ട് ആക്ടിവിറ്റിയുടെ ഫിനിഷിനായിരിക്കും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് എന്താ ആ ഒരു ഇനി വരാൻ പോകുന്ന സക്സസർ ആക്ടിവിറ്റി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് ആ ഒരു റിലേഷൻഷിപ്പ് പറയുന്നത്. കറണ്ട് ആക്ടിവിറ്റിയുടെ സക്സസർ ആക്ടിവിറ്റിയുടെ ഫിനിഷ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കറണ്ട് ആക്ടിവിറ്റിയുടെ ഫിനിഷിനാണ്. ദെൻ സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സക്സസർ ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനായിരിക്കും? കറണ്ട് ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിന്. സോ കറണ്ട് ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സക്സസർ ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ട് വരുന്നത്. ദെൻ സ്റ്റാർട്ട് ടു ഫിനിഷ് എന്ന് പറയുമ്പോൾ സക്സസർ ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അണ്ടിൽ എന്താ കറണ്ട് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാതെ. ഈ ഒരു ഇതാണ് സ്റ്റാർട്ട് ടു ഫിനിഷ് റിലേഷൻഷിപ്പ് വരുന്നത്. ദെൻ ഇനി നമ്മൾ അതുപോലെ തന്നെ അതിൽ പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന കാര്യമാണ് ഓവർലാപ്പ് ഓർ ലാഗ്. അതായത് ഓവർലാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർലാപ്പിന് നമ്മൾ പറയുന്നതാണ് ഒരു നെഗറ്റീവ് ലാഗ് എന്നാണ് പറയുന്നത്. അതായത് എത്രത്തോളം ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്താലാണ് എന്താ സക്സീഡിങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ആ ഒരു നെഗറ്റീവ് ലാഗ് ഓർ പോസിറ്റീവ് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്താലാണ് അടുത്ത ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ഓവർലാപ്പ് ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഫസ്റ്റ് ആക്ടിവിറ്റി സെക്കൻഡ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണേക്കാളും എന്തായിരിക്കണം? ഫിനിഷ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താ നെഗറ്റീവ് ഓവർലാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലേ ഉണ്ടെന്നാണ് പറയുന്നത്. നെഗറ്റീവ് ഓവർലാപ്പ് റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീസിന്റെ ഇടയിലുള്ള ഡിലേനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഓർത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അത് എത്രത്തോളം ഒരു ഫസ്റ്റ് ആക്ടിവിറ്റി കറണ്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയാലാണ് എന്താ കംപ്ലീറ്റ് ആവണം. എന്തിനാണ്? സക്സീഡിങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അത് എപ്പോഴും നെഗറ്റീവ് ലാഗ് എന്നാണ് പറയുക. അതുപോലെ തന്നെ നെഗറ്റീവ് ഓവർലാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലേനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ട് ആക്ടിവിറ്റി തമ്മിലുള്ള ഡിലേനെയാണ് നെഗറ്റീവ് ഓവർലാപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ പോസിറ്റീവ് ലാഗ് എന്നും പറയും. ദെൻ നെറ്റ്വർക്ക്സ് ഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണെന്ന് പറഞ്ഞു. ഒരു ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ അതിന്റെ റിലേഷൻഷിപ്സ് തമ്മിൽ ആൻഡ് എന്താ സെറ്റ് ഓഫ് ആരോസ് ആൻഡ് നോട്ട്സ് വെച്ചിട്ടാണ് എന്താ നമ്മൾ പ്രോജക്ട് നെറ്റ്വർക്ക്സ് വരയ്ക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഒരു എൻഷുർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് എപ്പോഴും ഡ്രോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു പ്രോജക്റ്റിന് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ ഒരു എൻഡ് പോയിന്റും ഉണ്ടെന്ന് എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ ഈ നെറ്റ്വർക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, കുറച്ച് എറേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. നെറ്റ്വർക്ക്സ് ഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ. So, two activities starting from a tail event must not have a same end event. ഇതാണ് ആ ഒരു ഇതാണ്. അതായത് ടു ആക്ടിവിറ്റീസ്, ഇപ്പോൾ എ എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ഒരു 1 എന്നുള്ള ഇവന്റിൽ നിന്ന്, അതാണ് നമ്മുടെ ടെയിൽ ഇവന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ആക്ടിവിറ്റി എന്തിൽ എൻഡ് ചെയ്യാൻ പാടില്ല? സെയിം ഹെഡ് ഇവന്റിൽ എൻഡ് ചെയ്യാൻ പാടില്ല. സോ ഇങ്ങനത്തെ ഒരു എറർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്താ ഒരു ഡമ്മി എന്നുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഡമ്മി എപ്പോഴും ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ഷോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡമ്മി ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഡമ്മി ആക്ടിവിറ്റിക്ക് റിസോഴ്സും അതുപോലെ തന്നെ ടൈമും കൺസ്യൂം ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് മാത്രമാണ് ഡമ്മി ആക്ടിവിറ്റി ഷോ ചെയ്യുന്നുള്ളൂ. സോ ഇപ്പൊ ഈ ഒരു ഫിഗർ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താ, ഈ ഒരു ഫിഗർ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാ ആക്ടിവിറ്റി എ എന്നുള്ളൊരു ആക്ടിവിറ്റി, അതായത് 1 to 2 എങ്ങനെയായിരിക്കും? രണ്ട് ആക്ടിവിറ്റിയും എന്താ സെയിം ഹെഡ് ഇവന്റ് ആൻഡ് സെയിം ടെയിൽ ഇവന്റ് ആണ്. നമുക്ക് ഇങ്ങനെ നമുക്ക് ഒരിക്കലും നെറ്റ്വർക്കിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങനെ എന്ത് ചെയ്യാം? 1 to 3 എന്ന് കൊടുക്കാം, അതുപോലെ തന്നെ 1 to 2 എന്ന് കൊടുക്കാം. അത് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാം? ഡമ്മി വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് ആണ് അവന് ലൂപ്പിംഗ് എറേഴ്സ് ഒന്നും ഉണ്ടാവരുത് എന്ന് പറയുന്നത്. ലൂപ്പിംഗ് എറേഴ്സ് അതൊരു സൈക്ലിക് മാനറിൽ ഉണ്ടാവരുത്. അപ്പൊ അത് ഈ ഒരു റെപ്രസെന്റേഷൻ ആണ് ആ ലൂപ്പിംഗ് എറർ എന്ന് പറഞ്ഞാൽ. അതായത് എന്താ 1 to 2 എന്നുള്ള ഒരു ആക്ടിവിറ്റി 2 to 3 എന്നുള്ള ഒരു ആക്ടിവിറ്റി ദെൻ എന്താ പിന്നെ 3 to 1 പോവാണ്. സോ അതാണ് എന്താ ആ ഒരു ലൂപ്പിംഗ് എറർ ഓർ റിപ്പീറ്റഡ്നെസ്, ആ ഒരു റിപ്പീറ്റഡ്നെസ് ഉണ്ടാവരുത്. ദെൻ നെറ്റ്വർക്ക് ദർ ഷുഡ് ബി ഓൺലി 1 സ്റ്റാർട്ട് ഇവന്റ് ആൻഡ് 1 എൻഡ് ഇവന്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം. അതായത്
സെയിം എന്താ ഒരു ടെയിൽ ഇവന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ആക്ടിവിറ്റീസിന് എന്താ സെയിം എൻഡ് ഇവന്റ് ഉണ്ടാവാൻ പാടില്ല. ദെൻ അതുപോലെ direction of arrow should flow from left to right, avoiding mixing of direction. എപ്പോഴും എന്തായിരിക്കും ലെഫ്റ്റ് ടു റൈറ്റ് ഫോമാറ്റിൽ വേണം നമ്മൾ എന്താ നെറ്റ്വർക്ക്സ് വരച്ചു പോകാൻ വേണ്ടി. അപ്പൊ നമ്പറിങ് ചെയ്യുമ്പോഴും എപ്പോഴും എന്താ ഒരു 1 to 1 തൊട്ട് ഇപ്പൊ നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും സ്മോൾ നമ്പർ തൊട്ട് എന്താ ഹയർ ഓർഡറിലോട്ട് റൈറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ നമ്പർ ചെയ്ത് പോവാം. ഞാൻ കുറച്ച് റൂൾസ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, നോ സിംഗിൾ ആക്ടിവിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് മോർ ദാൻ വൺസ് ഇൻ എ നെറ്റ്വർക്ക്. എപ്പോഴും ഇപ്പോൾ ഒരു ആക്ടിവിറ്റി എ എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ എന്താ അതെപ്പോഴും ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് ആ ഒരു നെറ്റ്വർക്കിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താ ലെങ്ത് ഓഫ് ആരോക്ക് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ആൻഡ് ദി ഈവൻ നമ്പർഡ് വൺ ഇസ് ദി സ്റ്റാർട്ട് ഇവൻ ആൻഡ് ആൻ ഇവൻ വിത്ത് ഹയസ്റ്റ് നമ്പർ ഇസ് ദി എൻഡ് event. അതുപോലെ ബിഫോർ ആൻ ആക്ടിവിറ്റി ക്യാൻ ബി അണ്ടർടേക്കൺ ഓൾ ആക്ടിവിറ്റീസ് പ്രിസീഡിങ് ഇറ്റ് മസ്റ്റ് ബി കംപ്ലീറ്റഡ്. ഇപ്പോൾ 1 to 2, 2 to 3, 3 to 4 എന്നുള്ള ആക്ടിവിറ്റീസ് വരുന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു 3 to 4 എന്നുള്ള ഒരു ആക്ടിവിറ്റി നടക്കണമെങ്കിൽ എന്തൊക്കെ കംപ്ലീറ്റ് ആയിരിക്കണം? 1 to 2 എന്നുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റഡ് ആയിരിക്കണം, 2 to 3 എന്നുള്ള ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് എന്താ 3 to 4 എന്നുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നമ്പേഴ്സ് കൊടുക്കുമ്പോഴാണെങ്കിൽ ഇത് പറഞ്ഞ പോലെ എന്താ ഡ്യൂപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, ആക്ടിവിറ്റീസും ഉണ്ടാവാൻ പാടില്ല, ഡ്യൂപ്ലിക്കേഷനും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഡമ്മി ആക്ടിവിറ്റീസ് നെസസറി ആയിട്ടുള്ള ടൈമിൽ മാത്രം ആ ഒരു കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ എന്താ ലോജിക്കൽ അല്ലെങ്കിൽ ഒരു ഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയാണ് എന്താ ഡമ്മി നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് നെറ്റ്വർക്ക് ഷുഡ് ഹാവ് ഓൺലി 1 സ്റ്റാർട്ട് ഇവന്റ് ആൻഡ് 1 എൻഡ് ഇവന്റ്. പിന്നെ അതുപോലെ ഒരു കാര്യമാണ് ഇപ്പൊ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്, എത്ര നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ആരോസ് ആയിരിക്കണം ആ ഒരു നെറ്റ്വർക്കിലുണ്ട്. ഇപ്പൊ 7 നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ആണ്, 7 ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ആരോ ഷുഡ് ബി ഈക്വൽ ടു 7. ദെൻ നമ്മൾ 2 രീതിയിൽ നെറ്റ്വർക്ക് ഡയഗ്രാംസ് വരയ്ക്കാറുണ്ട്. ഫസ്റ്റ് വൺ ആണ് AOA ഡയഗ്രാംസ് ആൻഡ് ദെൻ AON ഡയഗ്രാംസ്. സോ AOA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആരോയുടെ മുകളിലായിരിക്കും, ആക്ടിവിറ്റി ഓൺ ആരോ. ആൻഡ് ദെൻ ആക്ടിവിറ്റി ഓൺ നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു നോഡ് ആ ഒരു നോഡിലായിരിക്കും എന്താ ആക്ടിവിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആക്ടിവിറ്റി ഓൺ ആരോ എന്ന് പറഞ്ഞിട്ട് activities while the nodes represent start and end of an activity. അതായത് ആ ഇവന്റ് പോലെ തന്നെ നമ്മൾ ആക്ച്വലി എന്താ ആരോ ആണ് ആക്ടിവിറ്റി, ഹെഡ് ഇവന്റ് ആൻഡ് ടെയിൽ ഇവന്റ് വരുന്നത്. ദെൻ ലെങ്ത് ഓഫ് ആരോ കണക്റ്റിംഗ് നോട്ട്സും സിഗ്നിഫിക്കൻസും ഒന്നുമില്ല. സോ ഇതാണ് എൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി ഓൺ ആരോ. അതായത് 5 to 15 ആക്ടിവിറ്റി എ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ആരോയില്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഡമ്മി ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം പറയാം. ഇപ്പം ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞ ആക്ടിവിറ്റി 5 to 15 ഉണ്ട്, അതാണ് ആക്ടിവിറ്റി എ. 10 to 15 ആക്ടിവിറ്റി ബി. സോ അതുപോലെ തന്നെ സി ഡിപ്പെൻഡ്സ് ഓൺ എന്താ എ ആൻഡ് ബി അല്ലെ. ആക്ടിവിറ്റി സി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാ ആക്ടിവിറ്റി എയും ബിയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്താ ആക്ടിവിറ്റി സി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഡി ഡിപ്പെൻസ് ചെയ്യുന്ന ബിയിലോ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഉള്ളൂ എങ്കിൽ, അതായത് ബിയുടെ കംപ്ലീഷന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇത് നമ്മുടെ അതിനെങ്ങനെ വരയ്ക്കാം? നമുക്കൊരു ഡമ്മി പ്രൊവൈഡ് ചെയ്ത് വരയ്ക്കാം. അതായത് സി ഡിപ്പെൻസ് ഓൺ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, ഒരു നമ്മൾ ഡമ്മി പ്രൊവൈഡ് ചെയ്യാം. ആക്ടിവിറ്റി എ ഉണ്ട്, ആക്ടിവിറ്റി എ കഴിഞ്ഞ് നമ്മൾ ആക്ടിവിറ്റി സി കൊടുത്തു. ആക്ടിവിറ്റി സി എന്തിനേയും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, ബിയുടെ കംപ്ലീഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ബിയിൽ നിന്ന് സിയുടെ സ്റ്റാർട്ടിങ്ങിലോട്ട് ഒരു ഡമ്മി പ്രൊവൈഡ് ചെയ്യുക. അത് ആ ഒരു ബി ആൻഡ് സി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്നതാണ് എന്താ ഈ കേസിൽ ഡമ്മി. ആൻഡ് ഡി ഡിപ്പെൻസ് ഓൺലി ഓൺ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ ഒരു പാറ്റേണിൽ വരിക. അതായത് എന്താ ബി കഴിഞ്ഞ് ആക്ടിവിറ്റി ഡി. സോ അത് നമുക്ക് ഇങ്ങനെ ഒരു റെപ്രസെന്റ് ചെയ്യാം. അതാണ് ആ ഒരു ഡമ്മി പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞത്. ഡമ്മി നമ്മൾ ആ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഡമ്മി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ആക്ടിവിറ്റി വിത്ത് 0 ഡ്യൂറേഷൻ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കൺസ്യൂം എനി റിസോഴ്സസ്. ആൻഡ് അതൊരു ഡാഷ് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ നെറ്റ്വർക്കിൽ ഷോ ചെയ്യുന്നത്. ഇതാണ് ഒരു ചെറിയ ആക്ടിവിറ്റി ഓൺ ആരോ നെറ്റ്വർക്ക് ആണ് കാണിച്ചേക്കുന്നത്. നേരത്തെ കാണിച്ച എക്സാമ്പിൾ തന്നെ എന്താ ഇവന്റ് നോഡ്സിലാണ് എന്താ ഇവന്റ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ആക്ടിവിറ്റി
ആരോയുടെ മുകളിലാണ് റെപ്രസെന്റ് ചെയ്താണ് ആക്ടിവിറ്റി ഓൺ ആരോ. ദെൻ ആക്ടിവിറ്റി ഓൺ നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി ഓൺ നോഡ് ഡയഗ്രാംസിന് നമ്മൾ പ്രിസീഡൻസ് ഡയഗ്രാം മെത്തേഡ് എന്നും കൂടെയും പറയും. ആൻഡ് ഇതിൽ നമ്മൾ എന്തായിരിക്കും ആക്ടിവിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഇവന്റ്, അതായത് ആ നോഡിന്റെ ഉള്ളിലായിരിക്കും എന്താ ആക്ടിവിറ്റി, നോഡിന്റെ ഉള്ളിലാണ് നമ്മൾ ആക്ടിവിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ AON റെപ്രസെന്റേഷൻ നമുക്ക് ഓവർലാപ്പ് അതുപോലെ തന്നെ ലാഗ് റെപ്രസെന്റേഷൻ പ്രൊവൈഡ് ചെയ്യും. ആക്ടിവിറ്റി ഓൺ ആരോയിൽ നമുക്ക് ഓവർലാപ്പ് ആൻഡ് ലാഗ് റെപ്രസെന്റേഷൻ ഇല്ല. അതുപോലെ ഡമ്മി ആക്ടിവിറ്റിയും AON ഡയഗ്രാംസിൽ പ്രൊവൈഡ് ചെയ്യേണ്ട. ഡമ്മി ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആക്ടിവിറ്റി ഓൺ ആരോ ഡയഗ്രാംസിലാണ്. ആൻഡ് AON ഡയഗ്രാംസ് ആണ് നമുക്ക് എന്താ ഓവർലാപ്പും അതുപോലെ തന്നെ ലാഗ് റെപ്രസെന്റേഷനും തരുന്നത്. അതൊരു ആക്ടിവിറ്റി ഓൺ നോഡ് ഡയഗ്രാം ആണ്. അതായത് ആക്ടിവിറ്റി നമ്മൾ എവിടെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, നോഡിന്റെ ഉള്ളിലാണ് എന്താ ആക്ടിവിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന. ആൻഡ് ആരോസ് ലോജിക്കൽ റിലേഷൻഷിപ്പ്, ഈ ഓരോ ആക്ടിവിറ്റിയും തമ്മിലുള്ള ലോജിക്കൽ റിലേഷൻഷിപ്സ് ആണ് ഷോ ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞ കമ്പാരിസൺ പറയുകയാണെങ്കിൽ എന്താ ഡമ്മി ആക്ടിവിറ്റീസ് AON റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് AON is more easy to draw and read. അതുപോലെ തന്നെ AON allows ആക്ടിവിറ്റി ഓൺ നോഡ് റെപ്രസെന്റേഷൻ ആണ് എന്താ ഓവർലാപ്പ് ആൻഡ് ലാഗ് റെപ്രസെന്റേഷൻ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ആക്ടിവിറ്റി ഓൺ നോഡ് 4 ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ് പറഞ്ഞു. അതൊക്കെ നമ്മളൊരു സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്, ഫിനിഷ് ടു സ്റ്റാർട്ട്, സ്റ്റാർട്ട് ടു ഫിനിഷ്, ഫിനിഷ് ടു ഫിനിഷ്, ആ റിലേഷൻഷിപ്സ്, അതായത് ആ ഒരു 4 ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ് ഷോ ചെയ്യുന്നത് അതാണ് AON ഡയഗ്രാംസ് ആണ്. ആക്ടിവിറ്റി ഓൺ നോഡ് ഡയഗ്രാംസ് ആണ് 4 ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്നത്. പക്ഷെ ആക്ടിവിറ്റി ഓൺ ആരോ എന്താ ഫിനിഷ് ടു സ്റ്റാർട്ട് റിലേഷൻഷിപ്സ് മാത്രമാണ് നമുക്ക് ആക്ടിവിറ്റി ഓൺ ആരോയിൽ ഷോ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് വേണം കൺസ്ട്രക്ട് ആൻ AOA ആൻഡ് AON നെറ്റ്വർക്ക് ഫോർ ദി ആക്ടിവിറ്റീസ് ലിസ്റ്റഡ് ഇൻ ദ ടേബിൾ. സോ നമ്മുടെ ആക്ടിവിറ്റീസ് ഉണ്ട്, ആക്ടിവിറ്റി ABCDEFGH വരെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസസേഴ്സ് തന്നിട്ടുണ്ട്. പ്രെഡിസസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ കറണ്ട് ആക്ടിവിറ്റിയുടെ മുമ്പ് വരുന്നത്. സോ A ആൻഡ് Bക്ക് പ്രെഡിസസർ ഒന്നുമില്ല. സിയുടെ പ്രെഡിസസർ ആണ് A. അപ്പൊ സി എന്നുള്ള ആക്ടിവിറ്റി, അതായത് A എന്നുള്ള ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് എന്താ സി എന്നുള്ള ആക്ടിവിറ്റി വരാം. ദെൻ AB എന്നുള്ള ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് എന്താ D എന്നുള്ള ഒരു ആക്ടിവിറ്റി വരുന്നത്. ദെൻ ഇയുടെ മുമ്പാണ് എന്താ സി ആക്ടിവിറ്റി, അതുപോലെ തന്നെ എഫിന് മുമ്പും സി ആണ്. അപ്പൊ സി എന്നുള്ള ഒരു ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് എന്താ ഈ ആക്ടിവിറ്റി ഉണ്ട്, എഫ് എന്നുള്ള ആക്ടിവിറ്റി ഉണ്ട്. ദെൻ ഡി ആക്ടിവിറ്റി ആൻഡ് ജി, ഈ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് എന്താ ജി എന്നുള്ള ഒരു ആക്ടിവിറ്റി വരുന്നത്. ആൻഡ് FG കഴിഞ്ഞാണ് H എന്നുള്ള ആക്ടിവിറ്റി വരുന്നത്. സോ അത് AOA നെറ്റ്വർക്കിൽ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ എന്താ AB എന്നുള്ള ആക്ടിവിറ്റിക്ക് പ്രെഡിസസേഴ്സ് ഒന്നുമില്ല. AOA എന്ന് പറയുമ്പം ആക്ടിവിറ്റി ഓൺ ആരോ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നോഡ്, അതിൽ നിന്ന് എന്താ പ്രെഡിസസേഴ്സ് ഒന്നുമില്ല. അപ്പൊ ആക്ടിവിറ്റി A, ആക്ടിവിറ്റി B വരയ്ക്കാം നമുക്ക്. പിന്നെ അടുത്ത ആക്ടിവിറ്റി ഏത്, ആക്ടിവിറ്റി C ആണ്. അത് എന്ത് കഴിഞ്ഞിട്ടാണ് വരുന്നത്, ആക്ടിവിറ്റി A കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ 2 കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം, ആക്ടിവിറ്റി C, അത് A കഴിഞ്ഞിട്ടാണ് വരുന്നത്. ദെൻ D എന്നുള്ള ഒരു ആക്ടിവിറ്റി എന്തൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്, A ആക്ടിവിറ്റി B ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ നമുക്ക് D നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാം. പക്ഷെ ഡിയുടെ ഇമ്മീഡിയറ്റ് പ്രെഡിസസർ എയും ഡിയുടെ ഇമ്മീഡിയറ്റ് പ്രെഡിസസർ ആണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ എയും ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് വെച്ച് ഷോ ചെയ്യാം, ഈ ഒരു ഡമ്മി ആക്ടിവിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഈ A ആക്ടിവിറ്റി D ആക്ടിവിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഷോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കൊരു ഡമ്മി വെച്ചിട്ട് എയും ഡിയും വെച്ചിട്ടുള്ള എയും ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോ ചെയ്യാം. അതിലെങ്ങനെയാ വരുന്നത്, അതായത് A ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് ഡി ആക്ടിവിറ്റി വരുന്നത്. സോ A ആക്ടിവിറ്റിയുടെ ഫിനിഷിൽ നിന്ന് ഡി ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിലോട്ട് വരും ആ ഒരു റിലേഷൻഷിപ്പ്. പിന്നെയോ സി ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഈ ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ അടുത്ത് എഫിന് മുമ്പ് എന്താ പ്രെഡിസസർ സി ആണ്. സോ സി കഴിഞ്ഞിട്ട് ഇയും എഫും നമുക്ക് വരയ്ക്കാം. പിന്നെയോ H ആക്ടിവിറ്റി എന്തിനൊക്കെ മുമ്പ് എഫിനും ജിനും. സോ എഫും ജിയും കഴിഞ്ഞിട്ട് ഫൈനൽ ആക്ടിവിറ്റി ആണ് H. സോ ഇതാണ് ആ ഒരു AOA നെറ്റ്വർക്ക് ആക്ടിവിറ്റി ഓൺ ആരോ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി ഓൺ നോഡ് ആണെങ്കിൽ സിമിലർലി വരും, എന്താ സെയിം ആക്ടിവിറ്റി ആൻഡ് പ്രെഡിസസേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് എന്താ രണ്ട്
ആക്ടിവിറ്റീസ് ഉണ്ട്, പാരലൽ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, ഇമ്മീഡിയറ്റ് പ്രെഡിസസേഴ്സ് ഒന്നുമില്ല. സോ ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ ഒരു സ്റ്റാർട്ട് ഇവന്റ് നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ ഒരു സ്റ്റാർട്ട് ഇവന്റ് അതായത് ആ ഒരു പാരലൽ പ്രെഡിസസേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ആക്ടിവിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എ ബി എന്നുള്ളൊരു ആക്ടിവിറ്റി വന്നു. പിന്നെയോ നേരത്തെ പോലെ എ കഴിഞ്ഞിട്ട് സി, അതുപോലെ തന്നെ എന്താ ബി കഴിഞ്ഞിട്ട് ഡി, എ കഴിഞ്ഞിട്ടും ഡി. അത് നമ്മൾ ഡിക്ക് മുമ്പായിട്ട് ഏതൊക്കെയാണ് പ്രെഡിസസേഴ്സ്? എയും ഉണ്ട്, ബിയും ഉണ്ട്. പിന്നെ ഇയുടെ പ്രെഡിസസർ സി, എഫിന്റെ പ്രെഡിസസർ സി. അപ്പൊ എഫും സിയും വരയ്ക്കാം. ദെൻ എന്താ ഇയും ഡിയും കഴിഞ്ഞാണ് എന്താ ജി ആക്ടിവിറ്റി വരുന്നത്. സോ ഇയും ജിയും കഴിഞ്ഞു ജി ആക്ടിവിറ്റി വരയ്ക്കാം. ആൻഡ് എച്ച് എന്നുള്ള ഒരു ആക്ടിവിറ്റി എപ്പോഴാണ് വരുന്നത്? എഫ് എന്നുള്ള ഒരു ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ജി എന്നുള്ള ഒരു ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് എച്ച് എന്നുള്ള ഒരു ആക്ടിവിറ്റി. സോ ഇതാണ് എന്താ ആക്ടിവിറ്റി ഓൺ നോഡ് റെപ്രസെന്റേഷൻ. നെറ്റ്വർക്ക് അനാലിസിസ് ആണ് നമ്മൾ ഷെഡ്യൂളിംഗ്. ഇപ്പൊ ബേസിക് ആയിട്ട് നെറ്റ്വർക്ക് എലമെന്റ്സ് എന്തൊക്കെ നെറ്റ്വർക്ക് ഡയഗ്രാംസ് വരയ്ക്കാം എന്നുള്ള പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് അടുത്തത് നെറ്റ്വർക്ക് അനാലിസിസ് ആണ്. ഇപ്പം നെറ്റ്വർക്ക് അനാലിസിസിൽ വരുന്നതാണ് എന്താ PERT ആൻഡ് CPM. So network analysis is a general name given to certain specific techniques which can be used for planning, management and control. പറഞ്ഞ പ്ലാനിങ്, മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ടൂളാണ് എന്താ നെറ്റ്വർക്ക് അനാലിസിസ്. അതിലുള്ള രണ്ട് മെത്തേഡാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആൻഡ് പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. സോ അതിൽ നമ്മൾ ആ ഒരു രണ്ട് മെത്തേഡും ഫോളോ ചെയ്യുന്നത് ഒരു ക്രിട്ടിക്കൽ പാത്ത് ഒപ്റ്റിമൈസേഷൻ ആണ്. ഈ ഓരോ എലമെന്റ്സ് തമ്മിലുള്ള ക്രിട്ടിക്കൽ പാത്ത് ആക്ടിവിറ്റീസിന്റെ ക്രിട്ടിക്കൽ പാത്ത് ഒപ്റ്റിമൈസേഷൻ ആണ് രണ്ട് മെത്തേഡിലും ചെയ്യുന്നത്. ആൻഡ് ഈ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ലോങ്സ്റ്റ് പാത്ത്. ആ ഒരു നെറ്റ്വർക്കിലെ ലോങ്സ്റ്റ് പാത്തിനാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ആൻഡ് ലോങ്സ്റ്റ് ടൈം അലോങ് ദിസ് പാത്ത് ആണ് എന്താ ആ ഒരു പ്രൊജക്റ്റിന്റെ ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഈ ഒരു നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ ആദ്യം തന്നെ എന്തായിരിക്കും, നമ്മൾ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ ഇന്റർ റിലേഷൻഷിപ്സും ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഓരോ ആക്ടിവിറ്റിയുടെ ടൈം റിക്വയർമെന്റ്, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓരോ ആക്ടിവിറ്റിയുടെ ടൈം റിക്വയർമെന്റ് എസ്റ്റിമേറ്റ് ചെയ്യും. ആ ഒരു പ്രൊജക്ട് എൻ്റയർ പ്രൊജക്ട് മിനിമം എത്രയാണ് കംപ്ലീറ്റിംഗ് ടൈം എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യും. അതിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതെന്തിനാണ്? എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് അലോക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് അതുപോലെ അതർ ആക്ടിവിറ്റീസും ആ ഒരു എൻ്റയർ പ്രോജക്റ്റിന്റെ ടൈമിൽ നമ്മൾ മോണിറ്റർ ചെയ്ത് അതിന്റെ ഓരോ ഡീവിയേഷൻസ്, റിസോഴ്സസ് കൺസ്ട്രെയിൻസ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം മേക്കപ്പ് ചെയ്ത് കൊടുത്ത് എങ്ങനെയാണ് നമ്മൾ എന്താ ആ ഒരു പ്രോജക്റ്റ് നമ്മൾ മുന്നോട്ട്. രണ്ട് മെത്തേഡാണുള്ളത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ബേസിക് ആയിട്ട് നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളതും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഈ പറഞ്ഞ രണ്ട് മെത്തേഡിലാണ്. എന്താ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഇപ്പം? Okay, critical path method and PERT, that is program evaluation and review technique. ഇതിന്റെ ബേസിക് ആയിട്ട് രണ്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ പേർട്ടിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇത് മിലിറ്ററി ആണ്. ബേസിക്കലി പേർട്ട് എപ്പോഴും ഈ R&D പ്രോജക്ട്സ് ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാറുള്ളതാണ്, എന്താ പേർട്ട് എന്ത് ടൈപ്പ് ഓഫ് പ്രൊജക്ട്സിനാണ് യൂസ് ചെയ്യുന്നത്? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട്സിനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന്റെ ഒറിജിനൽ ഇൻഡസ്ട്രി. അതുപോലെ തന്നെ പേർട്ട് എപ്പോഴും ഒരു ഇവന്റ് ഓറിയന്റഡ് അപ്രോച്ച് ആണ്, വൈൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് പറഞ്ഞത്. അതുപോലെ ഇവന്റ് ടൈംസ് ആണ് പേർട്ടിൽ വരുന്നത്, ആക്ടിവിറ്റി ടൈംസ് ആണ് CPM വരുന്നത്. ആൻഡ് PERT allows uncertainty അലൗ ചെയ്യുന്നതാണ് നമ്മൾ ആ ഒരു പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ മോഡലാണ് PERT. എന്നാൽ CPM ഒരു ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്.
അപ്പോൾ നമുക്കൊരു 3 ടൈംസ് വരുന്നുണ്ട് പേർട്ടിൽ. അതിന്റെ ആവറേജ് ടൈമാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻഡ് അതുകൊണ്ടാണ് ആ ഒരു 3 ടൈം എസ്റ്റിമേറ്റ്, അതായത് നമ്മളൊരു പ്രോബബിലിറ്റി ആണ് വരുന്നത്. അപ്പോൾ അതാണ് പ്രോബബിലിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. ദെൻ CPM സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് ആണ്, ഡയറക്റ്റ് എക്സ്പെക്റ്റഡ് ടൈം ആണ്, ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ് ബേസ്ഡ് ആണ്, ഒരു ടൈം ആവറേജ് ചെയ്യുന്നില്ല. ആൻഡ് പേർട്ട് ഇസ് യൂസ് വെയർ ഹൈ പ്രിസിഷൻ റിക്വയർഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നത് പേർട്ട് ആണ്. ആൻഡ് പ്രിസിഷൻ കുറച്ച് റീസണബിൾ മതിയെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്യാം. അതിൽ പേർട്ടിന്റെ ഫുൾ ഫോം, അതായത് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്, അത് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന പേർട്ടിന്റെ 3 ടൈം എസ്റ്റിമേറ്റ്സിന്റെ പ്രോബ്ലം എല്ലാ PSC എക്സാംസിനും മിക്കവാറും ഒരു ക്വസ്റ്റനെങ്കിലും ഈ പേർട്ടിന്റെ കാണാറുണ്ട്. സോ പേർട്ടിൽ ആ ഒരു 3 ടൈം എസ്റ്റിമേറ്റ്സ് ആണ് വരുന്നത്, അതായത് TO, TM, TP, ഒപ്റ്റിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം ആൻഡ് പെസിമിസ്റ്റിക് ടൈം. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം എപ്പോഴും ചോദിക്കാറുണ്ട്. സോ ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രോജക്റ്റിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല, എല്ലാം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഒരു അൺസർട്ടനിറ്റി ഒന്നും ഇല്ലാതെ നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നു പോകുന്നു. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ടൈമാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം. അത് എപ്പോഴും ഒരു ഷോർട്ടസ്റ്റ് ടൈം ആയിരിക്കും. നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സ്മൂത്ത് ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്, അപ്പൊ ഷോർട്ടസ്റ്റ് ടൈം ആണ്. ദെൻ TM എന്ന് പറഞ്ഞിട്ട് ഇസ് ദ മോസ്റ്റ് ലൈക്ലി ടൈം, അതായത് ഒരു നോർമൽ സർക്കംസ്റ്റൻസസിൽ ഉള്ള ടൈം. ആൻഡ് TP ഇസ് ദി പെസിമിസ്റ്റിക് ടൈം, അതായത് വേഴ്സ്റ്റ് ടൈം. എല്ലാം പ്ലാൻ ചെയ്യുന്ന എല്ലാം എന്താ അതിന്റെ വേഴ്സ്റ്റ് ആണ് ഹാപ്പൻ ചെയ്യുന്നത്. സോ അത് ഇപ്പോഴും ഒരു അതിൽ ലോങ്സ്റ്റ് ടൈം ആയിരിക്കും, ആൻഡ് ഇറ്റ് ഇസ് ദി വേഴ്സ്റ്റ് പോസിബിൾ ടൈം. ആൻഡ് ഈ പേർട്ട് പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് ആണ്. അതിൽ ഈ ഇവന്റ് ടൈംസ് ഈ പറഞ്ഞ TO, TM, TP ഫോളോ ചെയ്യുന്നത് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതിന് ചോദിക്കാൻ വേണമെങ്കിൽ. പക്ഷേ പേർട്ടിന്റെ എക്സ്പെക്റ്റഡ് ടൈം ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ എക്സ്പെക്റ്റഡ് ടൈം ഗീവ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് TO + 4TM + TP/6, where TO എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് ടൈം, TM is the most likely time, and TP is the pessimistic time by 6. അപ്പം ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ആൻഡ് വേരിയൻസ് തരുന്നതാണ് സിഗ്മ ഇസ് ഈക്വൽ ടു TP minus TO/6, and standard deviation is sigma square എന്ന് പറയുന്ന TP minus TO/6. അതുപോലെ ഒരു കാര്യം കൂടി ചോദിക്കാറുണ്ട്, പ്രോബബിലിറ്റി ഫാക്ടർ Z. സോ പ്രോബബിലിറ്റി ഫാക്ടർ Z ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിരുന്നു. സോ പ്രോബബിലിറ്റി ഫാക്ടർ Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ T S minus T പ്രോബബിലിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനും ചോദിക്കാറ് സിഗ്മ സ്ക്വയർ. TS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് ടൈം ആണ്, ആൻഡ് TE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം, ആൻഡ് ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പ്രോബബിലിറ്റി ഫാക്ടർ പേർട്ടിലെ പ്രോബബിലിറ്റി ഫാക്ടർ ചോദിക്കേണ്ടത്, ഇത് വെച്ചിട്ടും പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പ്രോബബിലിറ്റി ഫാക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇതാണ് ആ ഒരു പ്രോബബിലിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് പേർട്ടിൽ തരുന്നത്. സോ ഇതാണ് ആ ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. എന്താ TO എന്ന് പറഞ്ഞ ഒപ്റ്റിമിസ്റ്റിക് ടൈം, TM is the most likely time, and TP is the pessimistic time. So shortest time ആണ് TO optimistic time, അതിൽ longest time ആണ് TP pessimistic time, and ഇതിന്റെ ആവറേജ് ആണ് എന്താ TE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ just TO + 4TM + TP/6 വെയ്റ്റഡ് ആവറേജ് വരുന്നത്. എൻ്റെ ഒരു എക്സാമ്പിൾ ആണ് പറയാൻ പോകുന്നത്. So determine the expected completion time, variance, and critical path of the project given below. So activities predecessors തന്നിട്ടുണ്ട്, അതിൻ്റെ optimistic time, most likely time, and pessimistic times തന്നിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു ഇതാണ് ആ ഒരു 3 ടൈം എസ്റ്റിമേറ്റ് വരുന്നത്, ആ ഒരു 3 ടൈം റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും നമ്മൾ ആ ഒരു നെറ്റ്വർക്കിൽ. ഇതിന്റെ എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക യൂസിങ് എന്താ TE is equal to TO + 4TM + TP/6.
നമുക്ക് ഓരോ ആക്ടിവിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ടൈം കിട്ടും. അത് കഴിഞ്ഞ് ഓരോ ആക്ടിവിറ്റീനെ നമ്മൾ ഓരോ പാത്തായിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ പാത്ത് ഉണ്ട് നോക്കാം. 1 to 2, 2 to 5, 5 to 6 എന്നുള്ള ഒരു പാത്തായിരിക്കാം. 1 to 2, 2 to 4, 4 to 6, 6 to 7 എന്നുള്ള ഒരു പാത്ത്. 1 to 3, 3 to 4, 4 to 6, 6 to 7 എന്നുള്ള ഒരു പാത്ത്. അപ്പൊ നമുക്ക് അങ്ങനെ എത്രത്തോളം ഏതൊക്കെ പാത്തുകളുണ്ടോ ആ പാത്തുകളെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ഓരോ പാത്തിന്റെയും എന്താ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ എത്ര പാത്ത് എല്ലാം ഐഡന്റിഫൈ ചെയ്യുക. എത്ര പാത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെക്റ്റഡ് ടൈമിന്റെ സം നോക്കുക. അപ്പം AEG എന്നുള്ള ഒരു പാത്താണ്. AEG ഇതിന്റെ ആക്ടിവിറ്റി എയുടെ TE പ്ലസ് ആക്ടിവിറ്റി ഇയുടെ TE പ്ലസ് ആക്ടിവിറ്റി ജിയുടെ TE ആണ് എന്താ ആ ഒരു പാത്തിലെ ഡ്യൂറേഷൻ തരുന്നത്. 15.49 എന്ന് വരും. അങ്ങനെ ഓരോ പാത്തിന്റെയും ഡ്യൂറേഷൻ എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ ഏതാണ് ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ഉള്ളതാണ് എന്താ നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത്. ആൻഡ് ഈ ഡ്യൂറേഷൻ അലോങ് ദി ക്രിട്ടിക്കൽ പാത്ത് gives the expected time of completion of the project. ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ഇക്വേഷൻ യൂസ് ചെയ്ത T0 പ്ലസ് 40m പ്ലസ് TP/6. ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ഏതൊക്കെയാണ് പാത്ത് ഉള്ളതെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യുക. ഓരോ പാത്തിന്റെ എക്സ്പെക്റ്റഡ് ടൈമിന്റെ സം കാണുക. ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റഡ് ടൈം വരുന്നതായിരിക്കും ക്രിട്ടിക്കൽ പാത്ത്. സോ ഈ ഒരു കേസിൽ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് കംപ്ലീഷൻ എന്ന് പറഞ്ഞിട്ട് 27.15. ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 28 days. അതുപോലെ വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ് σ² ഈസ് ഈക്വൽ ടു TP മൈനസ് TO/6 ഹോൾ സ്ക്വയർ. അതാണ് ക്രിട്ടിക്കൽ പാത്തിലെ വേരിയൻസിന്റെ സമ്മാണ് ടോട്ടൽ പ്രോജക്റ്റിന്റെ വേരിയൻസ് എന്ന് പറഞ്ഞത്. ഇതാണ് ഒരു പേർട്ടിന്റെ പ്രോബ്ലം. ഇത്രയും വലിയ പ്രോബ്ലം ഒന്നും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു ചെറിയ പ്രോബ്ലം ചോദിക്കുള്ളൂ. അതിൽ തന്നെ എന്താ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവായിരിക്കാം. ഒന്നെങ്കിൽ എന്താ ഈ പറഞ്ഞ ഒപ്റ്റിമിസ്റ്റിക് ടൈം എത്രയാണ്, മോസ്റ്റ് ലൈക്ലി ടൈം എത്രയാണ്, അതുപോലെ തന്നെ പെസിമിസ്റ്റിക് ടൈം എത്രയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്താ അതിന്റെ എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുക. അപ്പം ആ ഇക്വേഷൻ യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ ആ ഒരു പേർട്ടിന്റെ ഈ ഒരു എക്സ്പെക്റ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ചോദിക്കാറുണ്ട്. ദെൻ അടുത്തതാണ് പറഞ്ഞു പേർട്ട് എപ്പോഴും ഇവന്റ് ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ വരുന്നതാണ് ഇവന്റ് ടൈംസ് വരുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ഏർലിയസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം. സോ ഇതാണ് നമ്മുടെ ഒരു ആക്ടിവിറ്റി. ഈ ഒരു IJ എന്നുള്ളൊരാണ് ആക്ടിവിറ്റി എന്ന് വിചാരിക്കാം. അതിൽ TIJ എന്ന് പറയുന്നത് അതിന്റെ ഡ്യൂറേഷൻ ആണ്. ഈ ഒരു ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ ആണ് TIJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഏർലിയസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം ഇതാണ് അതിന്റെ ഏർലിയസ്റ്റ്, എത്രത്തോളം നേരത്തെ ആ ഒരു ഇവന്റ് ഒക്കർ ചെയ്യാൻ പറ്റും അതാണ് ഏർലിയസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം. സോ ആക്ടിവിറ്റി ഐയുടെ ഏർലിയസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം ആണ് TEI. ആൻഡ് ആക്ടിവിറ്റി ജെയുടെ ഏർലിയസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം ആണ്, ഈ ഇവന്റിന്റെ ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈം ആണ് TEJ. ആൻഡ് നെക്സ്റ്റ് ലേറ്റസ്റ്റ് അലവബിൾ ഒക്കറൻസ് ഇവന്റ് ടൈം, എത്രത്തോളം ലേറ്റ് ആയിട്ടും എന്താ ഒരു ആക്ടിവിറ്റി ഒക്കർ ചെയ്യാം, അതാണ് ലേറ്റസ്റ്റ് ഒക്കറൻസ് അലവബിൾ ഇവന്റ് ടൈം. സോ അത് റെപ്രസെന്റ് ചെയ്യുന്ന TL വെച്ചിട്ടാണ്. സോ ഈ ഒരു J എന്നുള്ള ഒരു ഇവന്റിന് ലേറ്റസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം ആണ് TLJ. ആൻഡ് I എന്നുള്ള ഇവന്റിന്റെ ലേറ്റസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം ആണ് TLI. സോ ഈ ഏർലിയസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ TEJ is equal to പ്രീവിയസ്, അതായത് അതിന് മുമ്പത്തെ ഇവന്റിന്റെ ഏർലിയസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം plus activity duration. So TEJ is equal to TEI plus TIJ. In latest allowable occurrence event time ആണ് find out ചെയ്യേണ്ടതെങ്കിൽ so it is TLI. TLI is equal to എന്താ succeeding event ന്റെ TLJ minus activity duration. So ഇതാണ് ആ ഒരു ഇക്വേഷൻ വരുന്നത്. earliest occurrence event time and latest occurrence allowable event time find out ചെയ്യാൻ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഇവന്റ് 1 2 ആക്ടിവിറ്റി 1 to 2 എന്നുള്ളത് ആണ് ആക്ടിവിറ്റി. സോ 2 ആണ് അതിന്റെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ, A ആണ് ആക്ടിവിറ്റി. സോ ഫസ്റ്റ് നോഡ് ഇനീഷ്യൽ നോഡിൽ എപ്പോഴും
earliest event occurrence time 0 ആയിരിക്കും. TEI is equal to 0. സെക്കൻഡ് നോഡിലെ ഏർലിയസ്റ്റ് occurrence event time TEJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീവിയസ്, അതായത് ഈ 1 എന്നുള്ള ഇവന്റിന്റെ TEI പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ, അതായത് 0 + 2 ആണ് എന്താ TEJ. ഇനി TEI കാണാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇത് ചെയ്യുന്ന ഫോർവേഡ് പാസ് ആണ്. അതായത് ഇനീഷ്യൽ നോഡ് ടു ഫൈനൽ നോഡാണ് കാൽക്കുലേഷൻ വരുന്നത്. പക്ഷെ TLJ കാണുന്നത് ബാക്ക്വേർഡ് പാസ് ആണ്. ഫൈനൽ ടു ഇനീഷ്യൽ ആണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തു പോകുന്നത്. സോ ഇനീഷ്യൽ നോഡിന്റെ TLJ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു TEJ. സോ TLJ ഓഫ് ഇവന്റ് 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2. ദെൻ TLI എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് TLJ minus activity duration, that is 2 minus 2 equal to 0. ഇനി അതുപോലെ തന്നെ ഒരു കാര്യമാണ് സ്ലാക്ക്. ഈ ഒരു ഇതിൽ തന്നെ എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ സ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് സ്ലാക്ക്, അതായത് ഈ ലേറ്റസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം, ഡിഫറൻസ് ബിറ്റ്വീൻ ലേറ്റസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം ആൻഡ് ഏർലിയസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം ആണ് സ്ലാക്ക്. സോ സ്ലാക്ക് ഈ ഒരു ഇവന്റിന്റെ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 minus 2 0 വരും. അതുപോലെ തന്നെ ഈ ഒരു ഇവന്റിന്റെ നോക്കുവാണെങ്കിൽ സ്ലാക്ക് എന്തായിരിക്കും? TLI is equal to 0 minus TEI equal to 0. അപ്പോൾ 0. ആൻഡ് ഈ സ്ലാക്ക് ഈക്വൽ ടു 0 വരുന്നതാണ് എന്താ? ക്രിട്ടിക്കൽ പാത്ത്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ ഇതാണ് എന്താ നമ്മുടെ ടെയിൽ ഇവന്റ്, ഇതാണ് നമ്മുടെ ഹെഡ് ഇവന്റ്. സോ ഹെഡ് ഇവന്റിന്റെ കറസ്പോണ്ടിങ് സ്ലാക്ക് ആണ് എന്താ? ഹെഡ് സ്ലാക്ക്. അതുപോലെ തന്നെ ടെയിൽ ഇവന്റിന്റെ കറസ്പോണ്ടിങ് സ്ലാക്ക് ആണ് ടെയിൽ സ്ലാക്ക്. അത് റെപ്രസെന്റ് ചെയ്യുന്ന SI ആൻഡ് ഹെഡ് സ്ലാക്ക് റെപ്രസെന്റ് ചെയ്യുന്ന SJ. സോ സ്ലാക്ക് റെപ്രസെന്റ് ചെയ്യുന്ന ഇറ്റ് ഇസ് ഡിലേ ഇൻ ഇവന്റ്സ്. സ്ലാക്ക് 3 രീതിയിൽ വരാം നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സ്ലാക്ക് നെഗറ്റീവ് ആണെങ്കിൽ പറയുന്നത്, അതായത് ബിഹൈൻഡ് ഷെഡ്യൂൾ ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ ഡിലേ ആണ്, അതായത് ബിഹൈൻഡ് ഷെഡ്യൂൾ ആണ്. അതിന് നമ്മൾ പറയുന്നത് സൂപ്പർ ക്രിട്ടിക്കൽ എന്ന് പറയും. സൂപ്പർ ക്രിട്ടിക്കൽ ആയിരിക്കും ആ ഒരു ടൈമിൽ നമ്മുടെ ഇവന്റ്. ആ ഒരു ടൈമിൽ ചോദിച്ചേക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കും? ബിഹൈൻഡ് ഷെഡ്യൂൾ എന്തൊക്കെ കാരണങ്ങളായിരിക്കും? നമ്മൾ ചിലപ്പോൾ റിസോഴ്സസ് ഒക്കെ ഡെഫിഷ്യന്റ് ആയിരിക്കുന്ന ടൈം കാരണമായിരിക്കാം. അപ്പൊ ഇത് ഒരു പ്രാവശ്യം PSCക്ക് ചോദിച്ചതാണ്. അതായത് സ്ലാക്ക് നെഗറ്റീവ് ആയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്താ? മേ ബി ഡ്യൂ ടു, അതായത് എന്താ? ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഡെഫിഷ്യൻസി ഇൻ റിസോഴ്സസ്. ദെൻ സ്ലാക്ക് ഈസ് ഈക്വൽ ടു 0, അതായത് ക്രിട്ടിക്കൽ പാത്ത് ആണ്, അതായത് ഓൺ ഷെഡ്യൂൾ കണ്ടീഷൻ ആണ്. അതായത് ഡിലേ ഒന്നുമില്ല, അതായത് എത്രയാണോ ഷെഡ്യൂൾ ചെയ്ത് കൊടുത്ത ആ ഒരു ഇതിൽ തന്നെ പോവാണ്. എക്സ്ട്രാ ടൈമോ അല്ലെങ്കിൽ ഡിലേയോ ഒന്നുമില്ല. സ്ലാക്ക് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അഹെഡ് ഓഫ് ദി ഷെഡ്യൂൾ ആണ്. നമുക്ക് കൂടുതൽ റിസോഴ്സസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ എന്താ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും നേരത്തെ തന്നെ നമ്മുടെ പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഇസ് അഹെഡ് ഓഫ് ദി ഷെഡ്യൂൾ ആണ്. അപ്പൊ അതിൽ പറഞ്ഞതാണ് എന്താ? സബ് ക്രിട്ടിക്കൽ എന്നാണ് പറയാം. ആൻഡ് സ്ലാക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് TE മൈനസ് TL. ഇതെപ്പോഴും ഇവന്റ് ഓറിയന്റഡ് ആണെന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഒരു കാര്യമുള്ളൂ. ഈ ഒരു ഇവന്റ് നോക്കിയാൽ മതി. എന്താ? ഇവന്റ് ടൈംസ് ആണ് വരുന്നത്. ആ ഒരു സ്ലാക്ക് എന്താ? ഒരു ഇവന്റിന്റെ ടൈം അല്ലെ? അതിന് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്താ? സ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് വൺ ആണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. അതിൽ പറഞ്ഞെന്താ? സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് ആണുള്ളൂ, ടൈം ആവറേജിങ് ഒന്നുമില്ല. അത് ഡയറക്റ്റ് നമ്മുടെ എക്സ്പെക്റ്റഡ് ടൈം ആണ് അതിൽ കിട്ടുന്നത്. ഇതിൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. CPM ആക്ടിവിറ്റി ടൈംസ് ആണ് വരുന്നത്. സോ നമുക്ക് 4 ആക്ടിവിറ്റി ടൈംസ് ഉണ്ട്. ഏർലിയർ സ്റ്റാർട്ട് ടൈം EST, അതായത് ഏർലിയസ്റ്റ് ടൈം അറ്റ് വിച്ച് an event can activity will start. അഥവാ EST is equal to TEI, അതായത് എന്താ? ഏർലിയസ്റ്റ് occurrence event time. ആൻഡ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം, അതായത് ഏർലിയസ്റ്റ് ടൈം അറ്റ് വിച്ച് ആൻ ഇവന്റ് ഇസ് ഫിനിഷിങ്, അതാണ് EFT. അത് EFT ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് എന്താ? EST പ്ലസ് TIJ, അതായത് TEI പ്ലസ് TIJ എന്നാണ് വരിക. ദെൻ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, അതായത് എത്രത്തോളം, അതായത് ലേറ്റസ്റ്റ് ടൈം അറ്റ് വിച്ച് ആൻ ആക്ടിവിറ്റി വിൽ സ്റ്റാർട്ട്, അതായത് LST is equal to LFT minus TIJ ആണ്. ആൻഡ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ലേറ്റ് ടൈം അറ്റ് വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഫിനിഷ്ഡ്. And LFT is equal to latest allowable occurrence time, TLJ. നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ TEI ഫൈൻഡ് ഔട്ട് ചെയ്യുക. TEIയുടെ ഇക്വേഷൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു. TEI is equal to എന്താ? ഏതാണ്? TEI is equal to
TEJ വെച്ച് കാണാം. അതായത് നമ്മുടെ പ്രീവിയസ് ഇവന്റിന്റെ TEI പ്ലസ് TIJ. And EFT is equal to EST plus TIJ. And LST എന്ന് പറഞ്ഞാൽ LFT minus TIJ വരും. And LFT is equal to TLJ. Then float ആണ് നമ്മുടെ CPM നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഫ്ലോട്ട് ആണ് ഡിലേ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഫ്ലോട്ട് റെപ്രസെന്റ്സ് ഡിലേ ഇൻ ആക്ടിവിറ്റീസ്. ആൻഡ് ഫ്ലോട്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ ക്രിട്ടിക്കൽ പാത്ത്, അതായത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് വരുന്നത്. ദെൻ സിമിലർലി ലൈക്ക് സ്ലാക്കിലെ പോലെ തന്നെ ഫ്ലോട്ട് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ആണെങ്കിൽ സബ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ്, അതായത് ഹെഡ് ഓഫ് ദി ഷെഡ്യൂൾ ആണെന്ന് പറയാം. ദെൻ ഫ്ലോട്ട് നെഗറ്റീവ് ആണെങ്കിൽ എന്താ സൂപ്പർ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ് ബിഹൈൻഡ് ദി ഷെഡ്യൂൾ. ആൻഡ് ഫ്ലോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണതാണ് എന്താ LFT മൈനസ് EFT അല്ലെങ്കിൽ LST മൈനസ് EST. അപ്പം ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ഒരു ഇതും ഫ്ലോട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ എന്താണ് അതിന് പറയുന്നത് സബ് ആക്ടിവിറ്റി എന്ത് കണ്ടീഷൻ, അതായത് സബ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആണ്. അതുപോലെ ഫ്ലോട്ടിന്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട് LFT മൈനസ് EFT ഓർ LST മൈനസ് EST. ദെൻ ഈ ഒരു ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് ഫ്ലോട്ടും എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, PSCക്ക് ചോദിക്കാറുള്ളതാണ്. നമുക്ക് 4 ടൈപ്സ് ഓഫ് ഫ്ലോട്ട് ഉണ്ട്: ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്, interfering float. So total float എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the time span by which starting or finishing of an activity can be delayed without affecting the overall completion time of the project. അതായത് ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് ടൈം അല്ലെങ്കിൽ ഫിനിഷിംഗ് ടൈം നമുക്ക് ഒരു ഡിലേ ചെയ്യാം. എങ്ങനെയാ ഓവറോൾ പ്രൊജക്റ്റിന്റെ കംപ്ലീഷൻ ടൈം എഫക്ട് ചെയ്യാതെ എത്രത്തോളം ടൈം സ്പാനിൽ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ടൈം ആൻഡ് ഫിനിഷ് ടൈം ഡിലേ ചെയ്യാം, അതിനാണ് ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണം LFT മൈനസ് EFT ഓർ LST മൈനസ് EST. ഇനി ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റി എത്രത്തോളം ഡിലേ ചെയ്യാം വിത്തൗട്ട് ഡിലേ, ഇനി വരാൻ പോകുന്ന ആക്ടിവിറ്റീസ് ഒന്നും ഡിലേ ആവാതെ എത്രത്തോളം ഒരു ആക്ടിവിറ്റി നമുക്ക് ഡിലേ ചെയ്യാം, അതാണ് ഇറ്റ് ഇസ് എ ഡ്യൂറേഷൻ ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ് വിത്തൗട്ട് ഡിലേയിങ് എനി സക്സീഡിങ് ആക്ടിവിറ്റി. അതാണ് ഫ്രീ ഫ്ലോട്ട്. അതിൽ ഈ ഒരു അതിന് നമുക്കൊരു പോർഷൻ ഓഫ് പോസിറ്റീവ് ഫ്ലോട്ട് എന്നും കൂടെ പറയാൻ പറ്റും. അപ്പൊ അത് PSCക്ക് ചോദിച്ചതാണ്. ഫ്ലോട്ടിൽ ഏതാണ് പോസിറ്റീവ് പോർഷൻ ഓഫ് ഫ്ലോട്ട് എന്ന് പറയുന്നത്, ടൈപ്സ് ഓഫ് ഫ്ലോട്ടിൽ ഏത് ഫ്ലോട്ടാണ് പോർഷൻ ഓഫ് പോസിറ്റീവ് ഫ്ലോട്ട് എന്ന് പറയുന്നത്, അതാണ് ഫ്രീ ഫ്ലോട്ട് ആണത്. ഇതൊരു PSCക്ക് ചോദിച്ചേക്കുന്നതാണ്. ആൻഡ് ഫ്രീ ഫ്ലോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണതാണ് ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് സ്ലാക്ക് ആണ്. ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് സ്ലാക്ക് ആണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്. ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിക്വയർഡ് ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റിയിൽ എത്രത്തോളം എക്സസ് മിനിമം ടൈം അവൈലബിൾ ആയിട്ടുണ്ട്, ആ ഒരു ആക്ടിവിറ്റിയിൽ ഇനി എത്രത്തോളം എക്സസ് മിനിമം ടൈം അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ. അതും ഫൈൻഡ് ഔട്ട് ചെയ്യണത് ഫ്രീ ഫ്ലോട്ട് മൈനസ് ടെയിൽ സ്ലാക്ക് ആണ്. ഫ്രീ ഫ്ലോട്ട് മൈനസ് ടെയിൽ സ്ലാക്ക്. അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, അത് അതായത് മിനിമം ടൈം അവൈലബിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്, അതിനെ ഈ ഒരു രീതിയിലും ചോദിക്കാറുണ്ട്. അതായത് പ്രിസീഡിങ് ആക്ടിവിറ്റി ആൻഡ് സക്സീഡിങ് ആക്ടിവിറ്റീനെ എഫക്ട് ചെയ്യാതെ എത്രത്തോളം ഒരു ആക്ടിവിറ്റീനെ ഡിലേ ചെയ്യാം, അത് ഏത് ഫ്ലോട്ട് ആണെന്ന് ചോദിക്കണം. അത് ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് ആണ്. ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് ഇസ് ഈക്വൽ ടു ഫ്രീ ഫ്ലോട്ട് മൈനസ് ടെയിൽ സ്ലാക്ക്. ദെൻ അടുത്തതാണ് ഇന്റർഫെറിംഗ് ഫ്ലോട്ട്. ഇന്റർഫെറിംഗ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഫ്ലോട്ട് ആൻഡ് ഫ്രീ ഫ്ലോട്ടിനാണ് interfering float എന്ന് പറഞ്ഞാൽ. ആൻഡ് interfering float is equal to head slack. Okay, SJ interfering float is equal to head slack. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക, interfering float is equal to head slack എന്നുള്ള കാര്യം. ദെൻ ഒരു CPMന്റെ എക്സാമ്പിൾ പറയാണ്, അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷനിലോട്ട് പോവുകയാണെങ്കിൽ, സോ ഫോളോയിങ് അത് ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, അതിന്റെ പ്രെഡിസസേഴ്സും അതുപോലെ തന്നെ ഡ്യൂറേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാം. സോ എന്തൊക്കെയാ ആക്ടിവിറ്റി A, B പ്രെഡിസസേഴ്സും ഒന്നും ഇല്ല. ദെൻ C ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് C, ദെൻ ആക്ടിവിറ്റി Dക്ക് മുമ്പായിട്ട് B, അതുപോലെ തന്നെ എന്താ B കഴിഞ്ഞിട്ട് Dയും Eയും ഉണ്ട്. അതുപോലെ F കഴിഞ്ഞിട്ട് Fന് മുമ്പായിട്ട് സിയും ഡിയും, C D എന്നുള്ള ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് F എന്നുള്ള ഒരു ആക്ടിവിറ്റി വരും. ആൻഡ് E എന്നുള്ള ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ് G എന്നുള്ള ഒരു ആക്ടിവിറ്റി വരും. സോ നമ്മൾ ആദ്യം തന്നെ നെറ്റ്വർക്ക് വരയ്ക്കുക. അതിൽ തന്നെ ആ ഒരു
ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് അലവബിൾ ഒക്കറൻസ് ടൈം ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക, TE ആൻഡ് TL. അതിൽ ഓർത്തിട്ട് ഇനീഷ്യൽ നോഡിൽ എപ്പോഴും 0 ആയിരിക്കും ഏർലിയസ്റ്റ് ഒക്കറൻസ് ഇവന്റ് ടൈം, ആൻഡ് ഫോർവേഡ് പാസ് ആണ് ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ആൻഡ് ബാക്ക്വേർഡ് പാസ് യൂസ് ചെയ്ത് ലേറ്റസ്റ്റ് അലവബിൾ ഒക്കറൻസ് ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇക്വേഷൻസ് പറയുന്നത് TJ is equal to എങ്ങനെയായിരിക്കും TEI plus TIJ, and TLI is equal to എങ്ങനെയാണ് TLJ minus TIJ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു പ്രോബ്ലം ഇപ്പം പറഞ്ഞേക്കുന്ന ഒരു സ്പെസിഫൈഡ് പ്രോബ്ലം 2 ക്രിട്ടിക്കൽ പാത്ത് വരും. അതായത് ഏതായിരിക്കും ഏറ്റവും കൂടുതൽ സ്ലാക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക, സ്ലാക്ക് ഇസ് ഈക്വൽ ടു 0 വരുന്ന ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്ത് വരുന്നതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ. സോ ആ ക്രിട്ടിക്കൽ പാത്തിന് എലോങ് ആയിട്ടുള്ള ടോട്ടൽ ഡ്യൂറേഷൻ ആണ് ഏതാ ക്രിട്ടിക്കൽ, അതായത് ആ ഒരു പ്രൊജക്റ്റിന്റെ മിനിമം പ്രൊജക്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിൽ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ 4 ടൈപ്സ് ഓഫ് ഫ്ലോട്ട് ഉണ്ട്, ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് ആൻഡ് ഇന്റർഫിയറിംഗ് ഫ്ലോട്ട്. സോ അത് ഇക്വേഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രീ ഫ്ലോട്ട്, ടോട്ടൽ ഫ്ലോട്ട് LST മൈനസ് EST ഓർ LFT മൈനസ് EFT. ദെൻ ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് സ്ലാക്ക്. ദെൻ ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് ഇസ് ഫ്രീ ഫ്ലോട്ട് മൈനസ് ടെയിൽ സ്ലാക്ക്, ആൻഡ് ഇന്റർഫിയറിംഗ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹെഡ് സ്ലാക്ക്. ആൻഡ് EST is find out EST എന്ന് പറഞ്ഞാൽ it is earliest occurrence event time. EFT is EST plus activity duration. LFT is latest allowable occurrence time, and LST is equal to LFT minus TIJ. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല, നിങ്ങൾ ബേസിക് ആയിട്ട് ഒരു ഇക്വേഷൻസ് മാത്രം നോക്കിയാൽ മതി. സോ അതെങ്ങനെ ഹെഡ് സ്ലാക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ആക്ടിവിറ്റി അതിന് കറസ്പോണ്ടിങ് ഹെഡ് സ്ലാക്സ് ആൻഡ് ടെയിൽ സ്ലാക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ EST ഇക്വേഷൻ TE ആണ്, earliest occurrence time. EFT means EST plus activity duration. Then LST means LST is LFT minus TIJ activity duration, and LFT എന്ന് പറയുന്നത് it is TL ആണ്, latest allowable occurrence time. Then float കാൽക്കുലേറ്റ് ചെയ്യുക, ആൻഡ് ഈ ഒരു എന്താ ഫ്ലോട്ട് ഈക്വൽ ടു 0 വരുന്ന പാത്ത് കണക്ട് ചെയ്യുന്നതാണ് എന്താ ക്രിട്ടിക്കൽ പാത്ത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. ടൈപ്സ് ഓഫ് ഫ്ലോട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്, അതിൽ തന്നെ ഈ ഒരു അതായത് ഫ്രീ ഫ്ലോട്ടിന്റെ ഈ ഒരു ഇതിലും ചോദിക്കാറുണ്ട്. അതായത് പോർഷൻ ഓഫ് പോസിറ്റീവ് ഫ്ലോട്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫ്ലോട്ട് ആണെന്നുള്ളത്, ആൻഡ് ദാറ്റ് ഇസ് ഫ്രീ ഫ്ലോട്ട് ആണ്, അത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ടൈപ്സ് ഫ്ലോട്ട് 0 ആണെങ്കിൽ എങ്ങനെയാണ് ക്രിട്ടിക്കൽ പാത്ത്, ദെൻ പോസിറ്റീവ് ആണെങ്കിൽ സബ് ക്രിട്ടിക്കൽ, ദെൻ നെഗറ്റീവ് ആണെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു CPM പേർട്ടിന്ന് ചോദിക്കാറുള്ളത്. അതിൽ തന്നെ പേർട്ടിന്റെ പ്രോബ്ലം ആ ഇക്വേഷൻ എക്സ്പെക്ടഡ് ടൈമിന്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. ദെൻ പ്രോബബിലിറ്റി ഫാക്ടർ Z is equal to TS minus TE by sigma square, അതും ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇവന്റ് ഓറിയന്റഡ് ആയിട്ടുള്ളത് ഏതാണ്, സോ ഇറ്റ് ഇസ് ഇവന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പേർട്ട് ആണ്. ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ളത് CPM ആണ്. അതൊക്കെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ PSCക്ക് ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതെല്ലാം ബേസിക് എക്സാമ്പിൾസ് ആണ്, കൂടുതൽ പോകേണ്ട കാര്യമില്ല അതിലോട്ടൊന്നും. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് ക്രാഷിംഗ് ആൻഡ് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫ്. സോ ക്രാഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒപ്റ്റിമം കോസ്റ്റ് ടൈം റിലേഷൻഷിപ്പ് ഫോം ചെയ്യണതിനാണ് നമ്മൾ ക്രാഷിംഗ് എന്ന് പറയുന്നത്. ഇത് എപ്പോഴും PSCക്ക് ചോദിക്കാറുള്ളതാണ്. ക്രാഷിംഗിൽ എന്താണ് ചെയ്യുന്നത്, അതായത് ക്രാഷിംഗിൽ ആ ഒരു ഓവറോൾ പ്രൊജക്ട് ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുക, എക്സ്ട്രാ റിസോഴ്സസ് ഡിപ്ലോയ് ചെയ്ത് പ്രൊജക്റ്റിന്റെ ഓവറോൾ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിനാണ് ക്രാഷിംഗ് എന്ന് പറയുന്നത്. അത് എപ്പോഴും PSCക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ട് ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുന്നതാണ്, അതാണ് ക്രാഷിംഗ് എന്ന് പറഞ്ഞാൽ. സോ അപ്പൊ നമുക്കറിയാം CPM-ൽ പിന്നെ ടൈം എസ്റ്റിമേറ്റ്സ് ഉണ്ട്, നമുക്ക് മിനിമം ടൈം കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് അറിയാം. സോ അതിൽ നിന്ന് നമ്മൾ എന്താ ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിന് ഒപ്റ്റിമം ടൈമിന് കറസ്പോണ്ടിങ് വരുന്ന കോസ്റ്റ് ആയിരിക്കും നമ്മുടെ ആ ഒരു പ്രൊജക്റ്റിന്റെ ഒപ്റ്റിമം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമ്മൾ എപ്പോഴും ഒരു പ്രൊജക്റ്റിൽ എപ്പോഴും നോൺ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് നോൺ ക്രിട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് അത് ഡിലേ ചെയ്യാം, നമുക്ക് അതിലൊരു ഫ്ലോട്ട് അവൈലബിൾ ആണ്. സോ അത് നമ്മൾ ഒരുപാട് സ്പീഡപ്പ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഈ ഒരു അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്
ഏത് ആക്ടിവിറ്റിയാണ് ക്രാഷിങ്ങിൽ ക്രാഷ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മൾ ക്രാഷിങ് ചെയ്യുന്നത് എപ്പോഴും ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിനെയാണ് ക്രാഷിങ് ചെയ്യുന്നത്. അതിൽ തന്നെ കോസ്റ്റ് സ്ലോപ്പ് ഏറ്റവും ലോ ആയിട്ടുള്ള ആക്ടിവിറ്റീനെയാണ് നമ്മൾ ആദ്യം ക്രാഷ് ചെയ്യുക. ഓക്കെ, അത് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാ, എന്ത് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ആണ് നമ്മൾ ആദ്യം ക്രാഷ് ചെയ്യുക എന്നുള്ളത്. അതായത് ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ള ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്രാഷ് ചെയ്യുന്നത്. അതുപോലെ ക്രാഷിങ്ങും ചോദിച്ചിട്ടുണ്ട്. എന്താ, റെഡ്യൂസ് ചെയ്യുക, ഓവറോൾ പ്രൊജക്ട് ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുക, ടൈം റെഡ്യൂസ് ചെയ്യുന്നതാണ് ക്രാഷിംഗ് ബൈ പ്രൊവൈഡിങ് എക്സ്ട്രാ റിസോഴ്സസ്. സോ നമുക്ക് മെയിൻ ആയിട്ട് ആ ഒരു പ്രോജക്റ്റിൽ വരുന്നത് ടോട്ടൽ കോസ്റ്റ് എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റിനാണ്. അതായത് നമ്മുടെ ഡയറക്റ്റ് ആ ഒരു പ്രോജക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോസ്റ്റ് ലൈക്ക് ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നുണ്ട്, എക്സ്പെൻഡിച്ചർ ചാർജസ് ലൈക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജസ്, സൂപ്പർവിഷൻ ചാർജസ് ഒക്കെ. സോ അതിൽ തന്നെ ഔട്ടേജ് ലോസസ് ആൻഡ് ഓവർ ഹെഡ് ലോസസ് ആണ്. ഇതാണ് മെയിൻ ആയിട്ട് ആ ഒരു പ്രോജക്റ്റിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇൻഡയറക്റ്റ് പ്രോജക്ട് കോസ്റ്റ് എപ്പോഴും എന്താ, പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ കൂടുന്ന അനുസരിച്ച് അത് ലീനിയർലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇൻഡയറക്റ്റ് കോസ്റ്റിൽ പറഞ്ഞതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ് ആൻഡ് സൂപ്പർവിഷണൽ ചാർജസ് ഒക്കെ. സോ ഇൻഡയറക്റ്റ് കോസ്റ്റ് എപ്പോഴും ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഡ്യൂറേഷൻ. അതുപോലെ തന്നെ ഡയറക്റ്റ് പ്രോജക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയായിരിക്കാം? ഇറ്റ് ക്യാൻ ബി ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ ഡയറക്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോസ്റ്റുകളാണ് എന്താ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഈ ഡയറക്റ്റ് കോസ്റ്റ് എപ്പോഴും നമ്മൾ ആ ഒരു പ്രൊജക്റ്റിന്റെ ഡ്യൂറേഷൻ കുറച്ചിട്ടുണ്ടെങ്കിലും ഡയറക്റ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഇൻ കേസ് നമ്മൾ ഡ്യൂറേഷൻ അതായത് ഒരു ഒട്ടും ഒരു ഇത് ചെയ്ത് പോവുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിലും ഡയറക്റ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ദെൻ ഈ ഒരു ഇതാണ് നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റിന്റെ കർവ് വരുന്നത്. അതിന്റെ സ്ലോപ്പ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അസ്യൂം ചെയ്യുന്നതാണ്. അതാണ് ഏതാ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് കോസ്റ്റിന്റെ സ്ലോപ്പ് ആണ് എന്താ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് എന്താ CC മൈനസ് CN ഡിവൈഡഡ് ബൈ TN മൈനസ് TC. സോ ഇറ്റ് ഇസ് കോസ്റ്റ് സ്ലോപ്പ്. ഇതും PSCക്ക് ചോദിക്കാറുള്ളതാണ്. കോസ്റ്റ് സ്ലോപ്പിന്റെ ഇക്വേഷൻ ഇറ്റ് ഇസ് ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. ആൻഡ് നോർമൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന ടൈം. ക്രാഷ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മിനിമം പോസിബിൾ ടൈം ആണ്. ഒരു എക്സ്ട്രാ റിസോഴ്സസ് കൊടുത്തിട്ട് മിനിമം ടൈം റെഡ്യൂസ് ചെയ്യാൻ്റെ ടൈം നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതാണ്, ക്രാഷ് ചെയ്യുന്നതാണ് എന്താ ക്രാഷ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ തന്നെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാഷ് ടൈം എന്ന് വെച്ചാൽ ബിയോണ്ട് ക്രാഷ് ടൈം എന്താ നമുക്കൊരു ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ നോർമൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് നോർമൽ ടൈം, നമ്മുടെ ഷെഡ്യൂൾ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം. ആൻഡ് ക്രാഷ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ക്രാഷ് ടൈം. ഇത് ചോദിക്കാറുണ്ട്, കോസ്റ്റ് സ്ലോപ്പിന്റെ ഇക്വേഷൻ PSCക്ക് ചോദിക്കാറുണ്ട്. അതാണ് ഇപ്പൊ പറഞ്ഞത്, സ്ലോപ്പ് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അസ്യൂം ചെയ്യുന്ന ആ സ്ലോപ്പാണ് എന്താ ഡയറക്റ്റ് കോസ്റ്റ് മൈനസ് ടി. ഇതാണ് ടൈം കോസ്റ്റ് ട്രേഡ് ഓഫിന് കോസ്റ്റ് വരുന്ന ടൈം കോസ്റ്റ് കർവ് വരുന്ന ഡയറക്റ്റ് കോസ്റ്റിന് കർവ്. ദെൻ ഇൻഡയറക്റ്റ് കോസ്റ്റ് ലീനിയർലി വേരീസ് ചെയ്യും. ഡയറക്റ്റ് കോസ്റ്റ് എന്താ ടൈം റെഡ്യൂസ് ചെയ്താലും ഇൻക്രീസ് ചെയ്യും, അതുപോലെ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് പോയാലും നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റ് ചെയ്യും. ദെൻ ഒപ്റ്റിമം കോസ്റ്റ് വിൽ ബി എന്താ മിനിമം പോസിബിൾ ടൈം, അതാണ് നമ്മുടെ ക്രാഷ് ടൈം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് ആണ് എന്താ മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ജസ്റ്റ് സ്റ്റെപ്സ് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. സോ ആ ഒരു ഡയറക്റ്റ് ടൈം കോസ്റ്റ് റിലേഷൻഷിപ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതുപോലെ കോസ്റ്റ് സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ ആ ഓരോ ആക്ടിവിറ്റിയുടെയും ഡയറക്റ്റ് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ ഈ ആക്ടിവിറ്റീസിനെല്ലാം ക്രിട്ടിക്കൽ പാത്തിൽ, അതായത് ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റീസിനെയാണ് ക്രാഷ് ചെയ്യുന്നത്. അതിൽ ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ള ആക്ടിവിറ്റീനെയാണ് ആദ്യം ക്രാഷ് ചെയ്യുക. സോ അത് ആ ഒരു ആക്ടിവിറ്റീസിന് ആ ഒരു കോസ്റ്റ് സ്ലോപ്പിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ദെൻ ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പുള്ള ആക്ടിവിറ്റീനെ ആദ്യം ക്രാഷ് ചെയ്യുക. പിന്നെ ഒരു ആക്ടിവിറ്റീനെ ക്രാഷ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും വേറെ പാരലൽ നോൺ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ക്രിട്ടിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്. സോ അതിനെ ക്രാഷ് ചെയ്യുക. ആൻഡ് ഫൈനലി നമുക്കൊരു പോയിന്റ് കിട്ടും ബിയോണ്ട് വിച്ച് നമുക്ക് ക്രാഷിംഗ് പോസിബിൾ ആവില്ല. അതായത് എത്രത്തോളം ക്രാഷ് ചെയ്താലും
കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. സോ ആ ഒരു പോയിന്റിൽ എന്താ, അതാണ് നമ്മുടെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട്, ആ ഒരു സ്റ്റേജിൽ നമ്മൾ ക്രാഷും എന്ത് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, അതായത് ടോട്ടൽ പ്രോജക്ട് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതാണ് ക്രാഷിങ്ങിന്റെ കേസ് തന്നെ. അതിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. എന്താണ് ക്രാഷിങ്, ദെൻ ഏത് ഭാഗത്തിലുള്ള ആക്ടിവിറ്റിയാണ് ക്രാഷ് ചെയ്യുന്നത്, ലോവസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഉള്ളതാണ് ആദ്യം ക്രാഷ് ചെയ്യുന്നത്. ആൻഡ് കോസ്റ്റ് സ്ലോപ്പിന്റെ ഇക്വേഷൻ CC - CN by TN - TC. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് ഈ ഒരു പ്ലാനിങ്, കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിൽ വരുന്നതാണ് റിസോഴ്സ് അലോക്കേഷൻ. സോ നമ്മൾ ബേസിക്കലി നമ്മൾ കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാം. വൺ ഇസ് ടൈം ഓറിയന്റഡ് ആൻഡ് വൺ ഇസ് റിസോഴ്സ് ഓറിയന്റഡ്. സോ ടൈം ഓറിയന്റഡ് ഷെഡ്യൂളിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നെറ്റ്വർക്ക്സ്, ബാർ ചാർട്ട്സ്, മൈൽ സ്റ്റോൺ ചാർട്ട്സ് ഒക്കെ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് റിസോഴ്സ് ഓറിയന്റഡ് ഷെഡ്യൂളിംഗ്, അതായത് റിസോഴ്സ് അലോക്കേഷൻ വരുന്നതാണ്. സോ അതിലാണ് എന്താ നമ്മൾ റിസോഴ്സ് ലെവലിംഗ് ആൻഡ് റിസോഴ്സ് സ്മൂത്തിങ് ആണ് രണ്ട് മെത്തേഡ്സ് വരുന്ന റിസോഴ്സ് അലോക്കേഷന്റെ. സോ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ വേരിയബിൾസ് ലൈക്ക് മെൻ, മെറ്റീരിയൽസ്, മെഷീൻ, സ്പേസ്, മണി എക്സെട്ര. സോ ഈ ഒരു നെറ്റ്വർക്ക് അനാലിസിസ് അല്ലെങ്കിൽ നമ്മൾ ടൈം ഷെഡ്യൂളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഈ റിസോഴ്സസ് എല്ലാം അൺലിമിറ്റഡ് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി എന്തായിരിക്കാം, നമ്മുടെ ആക്ച്വൽ കണ്ടീഷൻസ് ഈ റിസോഴ്സസ് ഒന്നും അൺലിമിറ്റഡ് ആയിരിക്കില്ല, നമുക്ക് അതിലൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും. സോ ഈ ഒരു ആക്ടിവിറ്റീസിന്റെ, അതായത് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ യൂണിഫോം ഡിമാൻഡ് ഓഫ് റിസോഴ്സസ് വരുത്താനും ഐഡിയൽ റിസോഴ്സസ് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയാണ് എന്താ നമ്മൾ ഈ ഒരു റിസോഴ്സ് ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ രണ്ട് മെത്തേഡ് ഉണ്ട്, റിസോഴ്സ് ലെവലിംഗ് ആൻഡ് റിസോഴ്സ് സ്മൂത്തിങ്. സോ റിസോഴ്സ് ലെവലിംഗിൽ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ റിസോഴ്സസ്, നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം ലിമിറ്റഡ് ആയിട്ടാണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഈ റിസോഴ്സ് ലെവലിംഗിൽ നമ്മുടെ പ്രോജക്ട് ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യാം. ഇപ്പം നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ഒരു 10 days ആണെങ്കിൽ റിസോഴ്സ് ലെവലിംഗ് ആണ് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ഒരു 12 days to 15 days അങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം. ആൻഡ് ഈ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഓരോ ആക്ടിവിറ്റിക്കും അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോട്ട്, ആ ഒരു ഫ്ലോ ടൈമിന്റെ ഉള്ളിൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ആക്ടിവിറ്റീസിനെ ഷിഫ്റ്റ് ചെയ്യാം. ഇനി റിസോഴ്സ് സ്മൂത്തിങ് ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിസോഴ്സസ് അൺലിമിറ്റഡ് ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. ആൻഡ് ഈ ഒരു റിസോഴ്സ് സ്മൂത്തിങ്ങിൽ നമ്മൾ ടോട്ടൽ പ്രോജക്ട് ഡ്യൂറേഷൻ മിനിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ടോട്ടൽ പ്രോജക്ട് ഡ്യൂറേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യില്ല. റിസോഴ്സ് ലെവലിംഗ് ആണെങ്കിൽ എന്താ ടോട്ടൽ പ്രോജക്ട് ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യാം. സോ രണ്ട് പറഞ്ഞ റിസോഴ്സ് ലെവലിംഗ് ആൻഡ് സ്മൂത്തിങ് ഡിഫറൻസ് ആണ് പറയുന്നത്. ആൻഡ് മെയിൻ കൺസ്ട്രെയിൻ ലെവലിംഗിന്റെ കേസിലാണെങ്കിൽ റിസോഴ്സ് അവൈലബിലിറ്റി ആണ്. റിസോഴ്സ് സ്മൂത്തിങ് ആണെങ്കിൽ ടൈമാണ് മെയിൻ കൺസ്ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പ്രോജക്ട് ഡ്യൂറേഷൻ ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷെ റിസോഴ്സ് ലെവലിംഗിലാണെങ്കിൽ എന്തായിരിക്കും, റിസോഴ്സ് ആണ് കൺസ്ട്രെയിൻ, റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും പക്ഷെ ടൈം നമുക്ക് വേരി ചെയ്യാം. അതായത് പ്രോജക്ട് എൻഡ് ഡേറ്റ് മേ ചേഞ്ച്. റിസോഴ്സ് സ്മൂത്തിങ്ങിലാണെങ്കിൽ പ്രോജക്ട് എൻഡ് ഡേറ്റ് ചേഞ്ച് ചെയ്യില്ല. അതായത് റിസോഴ്സ് ലെവലിംഗ് ഈ പറഞ്ഞാൽ എൻഡ് ഡേറ്റ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ, ഓവറോൾ പ്രോജക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഡിലേ ചെയ്യാം. ആൻഡ് റിസോഴ്സ് സ്മൂത്തിങ്ങിലാണെങ്കിൽ എന്തായിരിക്കും, എൻഡ് ഡേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, ആസ് എ ഹോൾ എന്താ പ്രോജക്റ്റ് ഡിലേ ആവുന്നില്ല. പക്ഷെ വേണം എന്താ, നമുക്ക് ഈ ഒരു പ്രോജക്ട് സ്മൂത്തിങ്ങിൽ ആ ഒരു പ്രോജക്ട് ഡേറ്റ് എൻഡ് ഡേറ്റിന്റെ ഉള്ളിൽ ഈ ആക്ടിവിറ്റീസിന്റെ അവൈലബിൾ ഫ്ലോട്ടിൽ വെച്ച് നമുക്ക് ആ ഒരു ആക്ടിവിറ്റീസ് അതിന്റെ ഉള്ളിൽ ഇട്ട് എന്താ നമുക്ക് ഡിലേ ഉള്ളിൽ, അതായത് ഓവറോൾ പ്രോജക്ട് ഡ്യൂറേഷൻ ചേഞ്ച് ചെയ്യാതെ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസിന്റെ ഡ്യൂറേഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ആൻഡ് എന്താ റിസോഴ്സ് ലെവലിംഗിൽ നമുക്ക് വേണമെങ്കിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് ചെയ്തു കൊടുക്കാം. പക്ഷെ റിസോഴ്സ് സ്മൂത്തിങ് നമുക്ക് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിന് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പ്രോജക്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ റിസോഴ്സ് നമ്പർ ഓഫ് ഇപ്പോൾ ഒരു ആക്ടിവിറ്റിക്ക് റിസോഴ്സ് ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ എന്താ ഓവറായിട്ട് അതിനൊരു 15 അല്ലെങ്കിൽ 17 നമ്പർ ഓഫ് റിസോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു, അതായത് നമ്മൾ ഓവർ അലോക്കേറ്റ് ചെയ്തു. സോ റിസോഴ്സ് ലെവലിംഗിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു മിനിമം റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. സോ ആ ഒരു മിനിമം റിക്വയർമെന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഓവറായിട്ട് കൊടുത്ത റിസോഴ്സിനെ നമ്മൾ ലെവൽ ചെയ്യും.
ഇനി റിസോഴ്സ് സ്മൂത്തിങ്ങിലാണെങ്കിൽ എന്താ, ടൈമാണ് കൺസ്ട്രെയിൻ ആയിട്ട് വരുന്നത്. റിസോഴ്സസ് അതുകൊണ്ട് എന്താ അവൈലബിൾ ടൈമിൽ നമ്മൾ അൺഈവൻലി എന്ത് ചെയ്യും, റിസോഴ്സ് സ്മൂത്തിങ്ങിൽ ചെയ്യണം. സോ റിസോഴ്സ് ലെവലിംഗിന് നമുക്ക് റിസോഴ്സ് കൺസ്ട്രെയിൻ ഷെഡ്യൂളിംഗ് എന്നും പറയാം. അതുപോലെ തന്നെ റിസോഴ്സ് സ്മൂത്തിങ്ങിന് ടൈം കൺസ്ട്രെയിൻ ഷെഡ്യൂളിംഗ് എന്നും പറയാം. സോ ഇതാണ് ആ ഒരു റിസോഴ്സ് ലെവലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ എന്താ ഈ വീക്ക് വണ്ണിൽ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി നമ്മൾ ഒരുപാട് മീൻസ് ഓവർ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസോഴ്സ് ലിമിറ്റഡ് ആണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിന് ലെവല് ചെയ്യും. ഇപ്പൊ ഈ ഒരു കേസ് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എന്താ ഒരു പ്രോജക്ട് ഇൻ കേസ് ഓഫ് റിസോഴ്സ് ലെവലിംഗ് എന്താ പ്രോജക്ട് ഡ്യൂറേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഡിലേ ചെയ്ത് പോവാം. ഇതാണ് റിസോഴ്സ് സ്മൂത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റിസോഴ്സ് സ്മൂത്തിങ്ങിൽ എന്താ റിസോഴ്സസ് കൺസ്ട്രെയിൻ അല്ല, പക്ഷെ ടൈം കൺസ്ട്രെയിൻ ആണ്. നമ്മൾ അൺഈവൻ ആയിട്ടുള്ള റിസോഴ്സസിനെ ഒന്ന് എന്ത് ചെയ്യാം, ഈവൻ ആക്കി സ്മൂത്ത് ആക്കി കൊടുക്കുക. ഇത്രയുമാണ് റിസോഴ്സ് സ്മൂത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാം.